ഹിന്ദുവിന് ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ടോ? അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ? പലരും സംശയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ലോകത്തിന്, മാനവരാശിക്ക് ആദ്യമായി ജീവിതശാസ്ത്രം സംഭാവന ചെയ്ത സനാതനധർമ്മം സാമ്പത്തിക ശാസ്ത്രത്തെയും ഒരിക്കലും മാറ്റി നിർത്തിയിരുന്നില്ല. ചതുർവിധ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അറിയുമ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെ 4ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ധർമ്മമാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് അർത്ഥം, മൂന്നാമത് കാമം, 4ാമത് മോക്ഷം. അങ്ങനെയെങ്കിൽ അതിൽ 2ാം സ്ഥാനത്ത് വരുന്ന അർത്ഥം എത്രമാത്രം നമുക്ക് പ്രധാനപ്പെട്ടതാണ്, എത്രമാത്രം എന്നുള്ള ഒരു ചർച്ച വളരെയേറെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഇതിൽ ഹിന്ദുവിനോട് സമ്പത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ധാരണകളെക്കാൾ ഉപരി തെറ്റിദ്ധാരണകളാണ് നമ്മളെ നയിക്കുന്നത് എന്ന് കണ്ടിട്ടുണ്ട്. അതായത് ത്യജിക്കുക, കൊടുക്കുക, ഉപേക്ഷിക്കുക, ദാനം ചെയ്യുക, ഇതൊക്കെയാണ് ഹിന്ദുവിനോട് എല്ലാവരും ഉപദേശിക്കുന്നത്. നല്ല കാര്യമാണ്. ത്യജിക്കുന്നത് നല്ലതാണ്, കൊടുക്കുന്നത് നല്ലതാണ്, ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിന് മുമ്പ് കൊടുക്കാൻ വല്ലതും വേണ്ടേ? ഉപേക്ഷിക്കാൻ കയ്യിൽ വല്ലതും വേണ്ടേ? ത്യജിക്കാൻ വല്ലതും വേണ്ടേ? ദാനം ചെയ്യാൻ വല്ലതും വേണ്ടേ? അങ്ങനെ ചിന്തിക്കുമ്പോ അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ കൊടുക്കത്തുള്ളൂ, ത്യജിക്കത്തുള്ളൂ, ദാനം ചെയ്യത്തുള്ളൂ, ഉപേക്ഷിക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണിത് സമ്പാദിക്കേണ്ടത് എന്ന ചിന്ത വരും. അപ്പോൾ ഹിന്ദുവിനോട് നമ്മുടെ നിരവധിയായ ഗ്രന്ഥങ്ങൾ, അതായത് മറ്റ് മതങ്ങളിലേക്ക് പോകുമ്പോൾ മതവും ധർമ്മവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതൊക്കെ ആചാര്യന്മാർ പറയുന്നുണ്ട്. മതം എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗം. ധർമ്മം എന്ന് പറയുമ്പോൾ ധർമ്മത്തിൽ വേർതിരിവുകളില്ല, ഞാനും നീയുമില്ല, ശരിയും തെറ്റുമില്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. ബാക്കി എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ധർമ്മം. ഇത് ധർമ്മ, അതങ്ങനെയൊക്കെ വിശദീകരണങ്ങളുണ്ട്. എന്നാൽ എങ്ങനെ പണമുണ്ടാക്കണം, എത്രമാത്രം സമ്പത്ത് സമ്പാദിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഹിന്ദുവിനോട് നമ്മുടെ വേദങ്ങൾ പറയുന്നത്, ചുരുക്കി പറയാം, 2 കൈയുള്ള മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ട് നമ്മുടെ വേദങ്ങൾ മനുഷ്യനോട് പറഞ്ഞത് ശതഹസ്തേന സമാഹര, 100 കൈ കൊണ്ട് വാരിക്കൂട്ടുക, സമാഹരിക്കുക, വാരിക്കൂട്ടുക, സമ്പാദിക്കുക. എങ്ങനെ? 100 കൈ കൊണ്ട്, ശതഹസ്തേന സമാഹര. എന്നിട്ട് എന്താ പറഞ്ഞത് അടുത്തത്? സഹസ്രഹസ്തേന വികിര, 1000 കൈകൾ കൊണ്ട് വിതരണം ചെയ്യുക. ആരോടാ പറഞ്ഞത്? 2 കൈ മാത്രമുള്ള മനുഷ്യനോട്. അപ്പൊ 2 കൈ മാത്രമുള്ള മനുഷ്യനോട് 100 കൈകൾ കൊണ്ട് വാരിക്കൂട്ടാനും 1000 കൈകൾ കൊണ്ട് വിതരണം ചെയ്യാനും പറഞ്ഞു എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സമ്പാദ്യം, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് 100 വഴികളിലൂടെയാകണം. അതാണ് ശതഹസ്തേന സമാഹര എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ 100 ഇൻകം സോഴ്സുകൾ വേണം, വരുമാന മാർഗങ്ങൾ വേണം. എന്തിനാണ് ഈ 100 വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരില്ലേ? വരും. ധാരാളമായിട്ട് മിച്ചം വരില്ലേ? മിച്ചം വരും. അല്ല, അങ്ങനെ കുമിഞ്ഞുകൂടില്ലേ സമ്പത്ത്? കുമിഞ്ഞുകൂടും. അപ്പോൾ എന്താ? സഹസ്രഹസ്തേന വികിര, അത് 1000 കൈകൾ കൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദാനം ചെയ്യാം, കൊടുക്കാം, ഉപേക്ഷിക്കാം, ത്യജിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 100 കൈ കൊണ്ട് വാരിക്കൂട്ടണം. ഇത് നമ്മുടെ പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കണം. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു, ഈ വേദിയിൽ ധാരാളം അമ്മമാരുണ്ട്, കുറച്ചൊക്കെ കുട്ടികളുണ്ട്. അതുകൊണ്ട് ഈ അമ്മമാർക്ക് ഈ കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഏതൊരു രാജ്യത്തും ഏതൊരു കാലത്തും ചരിത്രത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് സുവ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു ദേശത്തിന്റെ, ഒരു സമുദായത്തിന്റെ, ഒരു കുടുംബത്തിന്റെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പുരുഷന്മാരല്ല, സ്ത്രീകളാണ്, അമ്മമാരാണ്.
ഒരു കുടുംബത്തിന്റെ സംസ്കാരം എന്തായിരിക്കണം, ഒരു കുടുംബത്തിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ആയിരിക്കണം, ഒരു കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത്, അവർ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തേണ്ടത് എങ്ങനെയാണ്, നേതൃത്വത്തിലേക്ക് കടന്നു വരേണ്ടതിന്റെ ആവശ്യകത എന്താണ്, ഇതെല്ലാം പുതിയ തലമുറയെ പഠിപ്പിക്കുന്നത് അമ്മമാരാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രവും അമ്മമാർ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ഇത് ആധുനിക കാലത്തിൽ വളരെയേറെ പ്രസക്തമാണ്. 2008 ലോകമെമ്പാടും പിടിച്ചു കുലുക്കിയ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നു. പക്ഷെ ഭാരതത്തിൽ അത് കാര്യമായിട്ട് കുലുങ്ങിയില്ല. ലോകത്തെ പിടിച്ചു കുലുക്കി, പക്ഷെ ഭാരതം കുലുങ്ങിയില്ല. പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ അത്ഭുതം, ഇതെന്താ ഭാരതത്തെ മാത്രം അഫക്റ്റ് ചെയ്യാത്തത്? ഇവിടെ എന്താണ് തകർന്നു വീഴാത്തത് സമ്പദ് വ്യവസ്ഥ? ഇവിടുത്തെ ബാങ്കുകൾ എന്താ അടച്ചുപൂട്ടാത്തത്? ഇവിടുത്തെ ഇൻഡസ്ട്രി എന്താണ് ക്രൈസിസിലാവാത്തത്? ഇവിടെ എന്തുകൊണ്ടാണ് ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കാത്തത്? എന്തുകൊണ്ടാണ് കോടാനുകോടി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാത്തത്? പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് ഭാരതത്തിൽ ഇതെങ്ങനെ മാനേജ് ചെയ്തു എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അവർ അന്വേഷിച്ചു, ഒരു പഠനം നടത്തിയപ്പോൾ അവൾക്ക് കിട്ടിയ ഒരു മറുപടി ഉണ്ട്. ലോകത്ത് ഒരു രാജ്യത്തും സംഭവിക്കാത്ത ഒരു കാര്യം ഭാരതത്തിലുണ്ട് എന്നവർ കണ്ടുപിടിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു പുതിയ തിയറി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, ഭാരതത്തിന് മറ്റൊരിടത്തുമില്ലാത്ത ഒരു പ്രത്യേകതരം എക്കണോമി ഉണ്ട്, മദേഴ്സ് എക്കണോമി. എന്താണ് ഈ മദേഴ്സ് എക്കണോമി? നമ്മളൊക്കെ ഇത് കൈകാര്യം ചെയ്യുന്നവരാണ്, പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല എന്ന് മാത്രം. പണ്ടൊരിക്കൽ ബ്രിട്ടീഷുകാര് ഭാരതത്തെ കീഴടക്കി ഭരിക്കുന്ന കാലത്ത് ഒരു വൈസ്രോയി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഭരണം നടത്താൻ വേണ്ടി ബ്രിട്ടീഷ് രാജ്ഞി ഭാരതത്തിലേക്ക് അയക്കുന്ന ഭരണാധികാരി, അദ്ദേഹം ഭാരതത്തിൽ വന്ന് ഭാരതത്തെക്കുറിച്ച് ഒരു സർവേ ഒക്കെ വളരെ വേഗം നടത്തി അതിന്റെ ഒരു റിപ്പോർട്ട് രാജ്ഞിക്ക് സമർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, 2 അത്ഭുതങ്ങൾ ഞാൻ ഇന്ത്യയിൽ കണ്ടു. ലോകത്ത് 100 കണക്കിന് രാജ്യങ്ങളെ കോളനികളാക്കിയ ബ്രിട്ടൻ മറ്റൊരിടത്തും കാണാത്ത 2 അത്ഭുതങ്ങൾ ഞാൻ ഇന്ത്യയിൽ കണ്ടു. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ കാര്യം ഇതാണ്: ഭാരതത്തിൽ മോഷ്ടാക്കളെ കാണാൻ പറ്റിയില്ല. മോഷ്ടാക്കളില്ലാത്ത രാജ്യം. കാരണം എല്ലാവർക്കും എല്ലാം ഉണ്ട്, ആരും ഒന്നും മോഷ്ടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മോഷ്ടാക്കളില്ലാത്ത ഒരു രാജ്യമാണ് ഭാരതം. അതൊന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, ഒരു വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ എത്രമാത്രം ധാന്യമുണ്ട് എന്നും എത്ര ഗ്രാം സ്വർണമുണ്ട് എന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ ആർക്കും അറിയില്ല. അതിൻ്റെ കണക്ക് സൂക്ഷിക്കാത്ത ഒരു കുടുംബ വ്യവസ്ഥയാണ് അവിടെയുള്ളത്. എത്ര ഗ്രാം സ്വർണമുണ്ട് എന്ന് ആ വീട്ടിൽ ആർക്കും അറിയില്ല. അത്രയേറെ സ്വർണമുണ്ട് എന്ന് മാത്രം അറിയാം. എത്ര ധാന്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യ അളവൊന്നുമില്ല. ആ വീട്ടിൽ ആവശ്യത്തിനുണ്ട്, അയൽ വീട്ടുകാർക്ക് വേണമെങ്കിൽ കൊടുക്കാനുണ്ട്, അതിഥികളായിട്ട് വരുന്നവർക്ക് കഴിക്കാനുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിനും ആവശ്യമായ ധാന്യം അവിടെ ശേഖരിച്ചിട്ടുണ്ട്. അതിന് അളവില്ല. സ്വർണത്തിനും ഭക്ഷണത്തിനും അളവില്ലാത്ത കുടുംബങ്ങൾ കൊണ്ട് നിറഞ്ഞ ഇന്ത്യ. രണ്ടാമത്തെ അത്ഭുതം. ഇതാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുമ്പിൽ ആ വൈസ്രോയി സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്ന 2 അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? ഭാരതം സാമ്പത്തികമായി ശക്തമായിരുന്നത് കൊണ്ടാണ്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും അങ്ങനെ യൂറോപ്പിലെ പല ശക്തികളും ഭാരതത്തിലേക്ക് വന്ന് കോളനികൾ ഉണ്ടാക്കാനുള്ള യഥാർത്ഥ കാരണം ലോക സമ്പദ് വ്യവസ്ഥയുടെ 64% സമ്പത്തും ഏതാണ്ട് ഒരു 500-600 വർഷം മുമ്പ് വരെ ഭാരതത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഭാരതം വിദേശ ആക്രമണങ്ങളെ കൂടുതൽ നേരിടേണ്ടി വന്നത്. ഇവിടെ സമ്പത്തുണ്ട്, ധാരാളം സമ്പത്തുണ്ട്. അപ്പോൾ ആ സമ്പത്തിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ ആക്രമണം ഇങ്ങോട്ടുണ്ടാക്കിയതും അഴിച്ചുവിട്ടതും നമ്മളെ അടിമകളാക്കി ഭരിച്ചതുമെല്ലാം. എന്നാൽ ഇന്ന് നമ്മൾ അത്രമാത്രം വലിയ സമ്പദ് വ്യവസ്ഥയിലാണോ നിൽക്കുന്നത് എന്ന് സ്വയം ചിന്തിച്ചാൽ കൃത്യമായും ഓരോ കുടുംബത്തിനും ഇത് മനസ്സിലാവും. പക്ഷെ ഇത് മനസ്സിലാകണമെങ്കിൽ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ ഞാൻ ചെറിയൊരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരാം. ഇരുന്നുകൊണ്ട് വെറുതെ മനസ്സുകൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു മനക്കണക്ക് നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. ഇത് ഒരിടത്തും എഴുതി വെക്കണ്ട. എഴുതി വെച്ചാൽ വലിയ ഗുണം കിട്ടും. ഇത് ഒരിടത്തും നിങ്ങൾ റെക്കോർഡ് ചെയ്യണ്ട. റെക്കോർഡ് ചെയ്താൽ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടും. മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാം. എഴുതാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എഴുതാം. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. പ്രഭാഷണം 2 കഥയൊക്കെ കേട്ട് പോകാം എന്ന് കരുതി വന്നതാ അല്ലേ? പക്ഷെ ഗുണം ചെയ്യും. 1920 മുതൽ തുടങ്ങാം. 1920 ഒരു ഇന്ത്യൻ രൂപ ഉണ്ട് എങ്കിൽ
4 or 5 അംഗങ്ങളുള്ള ഒരു ഇന്ത്യൻ കുടുംബത്തിന് ഒരു മാസക്കാലം സുഖമായി ജീവിക്കാൻ അത് മതിയായിരുന്നു. വീണ്ടും 20 വർഷം കഴിഞ്ഞു, 1940. ഒരു പൂജ്യവും കൂടി ഇട്ടു. 10 രൂപയുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ കുടുംബത്തിന് ഒരു മാസക്കാലം സുഖമായി ജീവിക്കാൻ ആ 10 രൂപ ധാരാളം മതിയായിരുന്നു. വീണ്ടും 20 വർഷം കഴിയുമ്പോൾ എത്ര? 1960. 1960 ഒരു പൂജ്യവും കൂടി ഇട്ടു. എത്രയായി? 100 രൂപ ഉണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ അത് മതിയായിരുന്നു. വീണ്ടും 20 വർഷം കൂടി കഴിഞ്ഞു. ഏതാ വർഷം? 1980. ഒരു പൂജ്യവും കൂടി ഇട്ടാൽ, 100-ന് വലതുവശത്ത് ഒരു പൂജ്യവും കൂടി ഇട്ടാൽ 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബം ഒരു മാസം സുഖമായി ജീവിക്കും. വീണ്ടും 20 വർഷം കഴിയുമ്പോൾ എത്ര? 2000 അല്ലേ? 2000. ഒരു പൂജ്യവും കൂടി ഇട്ടു. എത്ര? 10,000 രൂപയുണ്ടെങ്കിൽ 2000 ആണ്ടിൽ ഒരു ഹിന്ദു കുടുംബം, ക്രിസ്ത്യൻ കുടുംബം, മുസ്ലിം കുടുംബം, ഏത് കുടുംബം? ഒരു ഇന്ത്യൻ കുടുംബം ഒരു മാസക്കാലം സുഖമായി ജീവിക്കാൻ 10,000 രൂപ മതി. വീണ്ടും 20 വർഷം കൂടി കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞുപോയി. ഏതാ? 2020. ഇപ്പം 2024 ഒരു പൂജ്യവും കൂടി ഇട്ടാൽ എത്ര വരും? 1,00,000 രൂപ. 4-5 പേരുള്ള ഒരു കുടുംബം സുഖമായി ജീവിക്കണമെങ്കിൽ 1,00,000 രൂപ വേണം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും, അത്രയൊന്നും ഇല്ലെങ്കിലും ജീവിക്കാം. ഞങ്ങളുടെ വീട്ടിൽ 1,00,000 രൂപ വരുവാനില്ലല്ലോ, എന്നിട്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, കുട്ടികളെ പഠിക്കാൻ വിടുന്നുണ്ടല്ലോ, വീട്ടിൽ ബൈക്കുണ്ട്, കാറുണ്ട്, ഗ്യാസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, ഇല്ലാത്തൊന്നുമില്ല, എല്ലാം ഉണ്ടല്ലോ, എന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് എന്നോട് ചോദിക്കുന്നത് എനിക്ക് കേൾക്കാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മറുപടിയും പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ കണക്കുകൾ 2000 ആണ്ട് വരെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമുക്ക് 10,000 രൂപ കൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു കുടുംബം ഒരു മാസം ജീവിക്കുമെങ്കിൽ അന്ന് ഇന്നില്ലാത്ത പലതും, അല്ലെങ്കിൽ അന്നില്ലാത്ത പലതും ഇന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് ശരിയാണെന്ന് മനസ്സിലാവും. അതായത് അന്ന് നമ്മൾ സ്വർണം ഇങ്ങനെ പണയം വെക്കാറില്ല. 1960, 80 അന്ന് നമ്മൾ ഇത്രമാത്രം ചിട്ടി പിടിക്കാറില്ല. അന്ന് നമ്മൾ ഇത്രമാത്രം EMI എന്നൊന്നും കേട്ടിട്ടുകൂടിയില്ല. 1960, 80 EMI എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ സ്വർണം പണയം വെക്കാത്ത വീടുകളുണ്ടെങ്കിൽ ആരും കൈയൊന്നും പൊക്കരുത്, മനസ്സിലൊന്ന് ഓർത്താൽ മതി. ശരിയാ, അപ്പം നമ്മുടെ വീട്ടിൽ സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ട്. പിന്നെയോ മാസത്തവണ അടയ്ക്കേണ്ടതുണ്ട്. ബൈക്ക് മേടിച്ചതിൻ്റെ അടയ്ക്കാനുണ്ട്, കാറ് മേടിച്ചതിൻ്റെ അടയ്ക്കാനുണ്ട്. പിന്നെ വീട് പണിയിച്ചിട്ടുണ്ടെങ്കിലോ അത് എത്ര വർഷത്തേക്കാണെന്നുള്ളത് ലോൺ എടുത്ത ആളിൻ്റെ പ്രായമനുസരിച്ച് 30 വർഷമാകാം, 25 ആകാം, 20 ആകാം, ഏറ്റവും കുറഞ്ഞത് 15, അത്രയൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ വീട് പണിതിന് ഇനി 15-30 കൊല്ലം പൈസ അടയ്ക്കാനുണ്ട് ഇല്ലേ? EMI ഇനിയുമുണ്ട്. പറയാത്ത ഒത്തിരി കാര്യം. സാറേ എല്ലാം കൂടെ പറയണ്ട, ഇപ്പം തന്നെ പേടിയാകാൻ തുടങ്ങി അല്ലേ? ഇതാണ് അവസ്ഥ. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു, ശമ്പളം കിട്ടുന്ന ആൾക്കാർ പറയും, ഇനി ഈ കിട്ടിയ ശമ്പളം കൊണ്ട് വേണം 30-ാം തീയതി അടുത്ത 1-ാം തീയതി വരെ, അടുത്ത 30-ാം തീയതി വരെ എത്തിക്കാൻ. ഇപ്പം ശമ്പളം കിട്ടുന്നവരെന്താ പറയുന്നതെന്നറിയോ? ശമ്പളം കിട്ടുന്നവർക്കറിയാം. 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ ആദ്യം ചിന്തിക്കുന്നത് 2-ാം തീയതി വരെ എങ്ങനെ എത്താം. സത്യം അല്ലേ? 2-ാം തീയതി വരെ എങ്ങനെ എത്താം. കാരണം ആർക്കെല്ലാം പെറുക്കാനുണ്ടെന്നറിയോ, കൊടുക്കാനുണ്ടെന്നറിയോ? പത്രക്കാർക്ക്, പാല്, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ്, ബാക്കി പറയണ്ടല്ലേ, നമുക്കറിയാം. അപ്പോൾ 2-ാം തീയതി വരെ എത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം? കുട്ടികളെ പഠിക്കാൻ അയക്കണമെങ്കിൽ ബാങ്കിൽ പോകണം. ബാങ്കിൽ പോയിട്ട് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടോ എന്ന് ചോദിക്കണം. എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോകുന്നവർ, കിട്ടിയിട്ട് പോകുന്നവർ, ഇനി അതല്ല എങ്കിൽ സ്ഥലം വിൽക്കുന്നവർ, ഇങ്ങനെ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന ഒരു ജനതയായി നമ്മൾ മാറിയെങ്കിൽ എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ധർമ്മം കഴിഞ്ഞാൽ അർത്ഥം. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ 2-ാമത്തെ സ്ഥാനമുള്ള അർത്ഥത്തിന് അതനുസരിച്ചുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ ഈ പ്രശ്നം നമുക്കുണ്ടാവില്ല. അപ്പോൾ അർത്ഥം 100 ഇൻകം സോഴ്സുകളിലൂടെ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഞാനത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കാം. അതായത് നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് ഓർക്കുക. ഓർത്തല്ലോ? മാതാപിതാക്കളുടെ കാലത്ത് നമ്മുടെ വീട്ടിൽ എത്ര ഇൻകം സോഴ്സ് ഉണ്ടായിരുന്നു? വരുമാന മാർഗം ഉണ്ടായിരുന്നു.
കാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള കൃഷികളും വരുവേ. അതായത് സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, മത്സ്യം, മൃഗങ്ങളുണ്ടെങ്കിൽ പശു, ആട്, കോഴി, താറാവ്, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം. അങ്ങനെ എല്ലാ വിധത്തിലുള്ള കൃഷികളിൽ നിന്നും നമ്മുടെ കുടുംബത്തിലേക്കുള്ള വരുമാനത്തിന് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയും, ഒരു ഇൻകം സോഴ്സായി. 2, നമുക്ക് ശമ്പളമുണ്ടെങ്കിൽ സാലറി ഇൻകം, 2 ഇൻകം സോഴ്സായി. നമ്മൾ കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അത് വീടാവട്ടെ, കടയാവട്ടെ, ഓഫീസാവട്ടെ, എന്താണെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാടക, 3 ഇൻകം സോഴ്സായി. ഇനി നമുക്ക് ശമ്പളം, അഗ്രികൾച്ചർ ഇൻകം, വാടക, റെന്റ്. ഇനി നമുക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ഉണ്ട് ബാങ്കിൽ എന്നിരിക്കട്ടെ, അതിൻ്റെ ഇൻട്രസ്റ്റ്, പലിശ, 4ാമത്തെ ഇൻകം സോഴ്സ് പലിശ. ഇനിയും ബിസിനസ് ഉണ്ടെങ്കിൽ, നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ്, ലാഭം, 5ാമത്തെ ഇൻകം സോഴ്സ്. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ 5 വരുമാന മാർഗവും എൻ്റെ വീട്ടിൽ ഉണ്ടോ? ഏത് കാലത്ത്? എൻ്റെ മാതാപിതാക്കളുടെ കാലത്ത് ഉണ്ടോ? ഉത്തരം കിട്ടിയല്ലോ. ഇനി മാതാപിതാക്കളുടെ കാലത്തേക്ക്, മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കാലത്തേക്ക് ചിന്തിക്കുക. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് എത്ര വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു? കൃഷിയുടെ വരുമാനമുണ്ട്. സാലറി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയാം. പണം ബാങ്കിലിട്ടതിൻ്റെ പലിശ, ഇൻട്രസ്റ്റ് വരുമാനമുണ്ടോ എന്നറിയാം. ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്നറിയാം. അങ്ങനെ ഓരോ മേഖല നോക്കുക. വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെൻ്റ് ഉണ്ടായിരുന്നു എന്നറിയാം. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാലത്ത് 4-5 ഇൻകം സോഴ്സുകൾ ഉണ്ടായിരുന്നോ, വരുമാന മാർഗം ഉണ്ടായിരുന്നോ എന്ന് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇനി മുത്തശ്ശൻ്റെയും മുത്തശ്ശൻ്റെ കാലത്ത് നമ്മുടെ കുടുംബത്തിൽ എത്ര വരുമാന മാർഗം ഉണ്ടായിരുന്നു? അതിപ്പോൾ ചോദിച്ചാൽ നമുക്ക് മുത്തശ്ശൻ്റെ പേരും അറിയത്തില്ല, മുത്തശ്ശൻ്റെ പേരും അറിയത്തില്ല. പിന്നെ നമ്മളതെങ്ങനെയാണ്? അതുകൊണ്ട് അത് നമുക്ക് സങ്കല്പിക്കാനേ പറ്റൂ. പക്ഷേ സങ്കല്പിക്കാനെങ്കിലും പറ്റും. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 2-3 തലമുറകളായി നമ്മുടെ കുടുംബചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ 1, 2, 3 വരുമാന മാർഗങ്ങളേ ഉള്ളൂ. അല്ലാതെ 5-8 വരുമാന മാർഗങ്ങൾ അന്നില്ല. ഇനി നേരെ മറുവശം നോക്കാം. ഇത് കുറെ കൂടെ രസകരമാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു മറുപടി പറയൂ, എന്നോട് പറയണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എത്ര എക്സ്പെൻഡിച്ചർ ഹെഡുകൾ ഉണ്ട്? എത്ര ചിലവിനങ്ങൾ ഉണ്ട്? ഒരു ഉത്തരം കിട്ടി കാണുമല്ലോ. നമ്മൾ എന്തിനൊക്കെയാണ് പണം അങ്ങോട്ട് മുടക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്പറിട്ട്, മനസ്സിലൊന്ന് നമ്പറിടുക, പേപ്പറുള്ളൊരു പേപ്പറിൽ നമ്പറിട്ട് എണ്ണി നോക്കുക, എത്രയാണ് ചിലവ്. പാല് മേടിക്കുന്നു, അതിൻ്റെ ചിലവ്. പത്രം മേടിക്കുന്നു, അതിൻ്റെ ചിലവ്. ഇൻ്റർനെറ്റ്, അതിൻ്റെ ചിലവ്. ബൈക്കിന് പെട്രോൾ അടിക്കുന്നു, അതിൻ്റെ ചിലവ്. കാറിന് ഡീസൽ അടിക്കുന്നെങ്കിൽ അതിൻ്റെ ചിലവ്. പിന്നെ ബസ്സിലോ ട്രെയിനിലോ മറ്റോ യാത്ര ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ചിലവ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അതിൻ്റെ ചിലവ്. കുട്ടികളെ പഠിക്കാൻ പോകുമ്പോൾ ഫീസ് കൊടുത്തതിൻ്റെ അതിൻ്റെ ചിലവ്. വസ്ത്രം വാങ്ങിക്കുന്നതിൻ്റെ ചിലവ്. ഇങ്ങനെ ഓരോന്ന് നമ്പറിട്ട് എഴുതുക. വളരെ രസകരമാണ്. വീട്ടിൽ പോയിരുന്നൊന്ന് എഴുതി നോക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ, അങ്ങനെ എല്ലാം കൂടി എത്ര ചെലവിനങ്ങൾ ഉണ്ടാകും? ഒരു സംഖ്യ വന്നല്ലോ. ഒരുപക്ഷെ അത് 30, 40, 50, 60 എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, മിനിമം 400 എക്സ്പെൻഡിച്ചർ ഹെഡുകളുണ്ട്. 400? അത് അല്പം കടന്ന സംഖ്യയല്ലേ, ചുമ്മാ പറഞ്ഞതായിരിക്കും എന്ന് സംശയമുണ്ടെങ്കിൽ ഒരു 200 പേജിൻ്റെ ബുക്കും ഒരു പേനയുമൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു മുറിയിൽ കയറുക. നിങ്ങളുടെ വീടിൻ്റെ ഒരു മുറിയിൽ കയറുക. ആ മുറിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് പണം കൊടുത്ത് വാങ്ങിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്പറിട്ട് എഴുതുക. ആദ്യം കയറുന്നത് അടുക്കളയിൽ ആയിരിക്കണം. അവിടെയാണ് ഇഷ്ടം പോലെ സാധനമുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് മൊത്തം അതിനകത്തുണ്ട്. അപ്പോൾ അത് മുഴുവൻ നിങ്ങൾ എഴുതുക. അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് 60 വരെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. അത്രമാത്രം സാധനങ്ങൾ അടുക്കളയിലുണ്ട്. ഭക്ഷണത്തിൻ്റെ മാത്രമുള്ള കാര്യമല്ല, എല്ലാ ഉപകരണങ്ങളും സഹിതം എഴുതി നോക്കൂ, അത്രയുമുണ്ട്. അടുത്ത മുറിയിൽ കയറുക, ബാക്കി എഴുതുക. അങ്ങനെ എല്ലാ മുറിയിലും കയറി എല്ലാം എഴുതി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് മുറ്റത്തിന് ചുറ്റും ഒന്ന് നടക്കുക. അവിടെ കാണുന്ന സാധനങ്ങളിൽ വില കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതെല്ലാം ഈ ലിസ്റ്റിൽ ചേരുക. 400 കഴിഞ്ഞിട്ടുണ്ടാവും. ഈ 400 കാര്യങ്ങൾക്കും നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതാണ്. ഇനി കാണാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓഫീസും ഫയലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുണ്ട് കൊടുത്തിരിക്കുന്ന രസീതുകൾ. കരവടച്ച രസീത്, വീട്ടുകരവടച്ച രസീത്, സ്ഥലത്തിൻ്റെ കരവടച്ച രസീത്, അങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക്
ടോളുകളിൽ ടോൾ കൊടുത്തത് അടക്കം എല്ലാ കാര്യങ്ങളും. 400-ലധികം എക്സ്പെൻഡിച്ചർ ഹെഡുകൾ ഉണ്ട്. വരുമാന മാർഗം എത്ര? 3, 4, 5. മാതാപിതാക്കളുടെ കാലത്ത് എത്ര? 3 അല്ലെങ്കിൽ 4. മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ കാലത്ത് എത്ര? 2 അല്ലെങ്കിൽ 3. അതായത് തലമുറകളായി നമ്മുടെ കുടുംബത്തിൽ വരുമാനം വർദ്ധിക്കുന്നില്ല, ചിലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ചിലവുകൾ നിരവധിയായി അനവധിയായി 100 കണക്കിന് വർദ്ധിക്കുമ്പോഴും നമ്മുടെ ഇൻകം സോഴ്സുകൾ വർദ്ധിക്കുന്നില്ല. സുഖമായ ഒരു കുടുംബം ജീവിക്കണമെങ്കിൽ ശരാശരി നമുക്ക് 8 മുതൽ 12 വരെ ഇൻകം സോഴ്സുകൾ ഉണ്ടായിരിക്കണം, വരുമാന മാർഗങ്ങൾ ഉണ്ടായിരിക്കണം. 8 മുതൽ 12 വരെ വരുമാന മാർഗമില്ലാത്ത ഓരോ കുടുംബവും സാമ്പത്തിക ക്രൈസിസിൽ അകപ്പെടും, ഫിനാൻഷ്യൽ ക്രൈസിസ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് ശതഹസ്തേന സമാഹര, 100 കൈ കൊണ്ട് വാരിക്കൂട്ടുക, 100 ഇൻകം സോഴ്സുകൾ ഉണ്ടാക്കുക എന്ന്. അപ്പോൾ ഏതൊക്കെ ജോലികൾ, ഏതൊക്കെ മേഖലകൾ, എങ്ങനെയൊക്കെ പണമുണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റല്ല, പാപമല്ല, കുറ്റമല്ല. ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായിരിക്കുന്ന ഒരു മഹാ അന്ധവിശ്വാസം, പണം സമ്പാദിക്കുന്നത് തെറ്റല്ലേ, എന്തിനാണ് അധികം സമ്പാദിക്കുന്നത്, എന്തിനാണ് പണം ഉണ്ടാക്കുന്നത്, ഉള്ളത് കൊണ്ടൊക്കെ കഴിഞ്ഞുകൂടിയാൽ പോരെ. ഇത് തെറ്റാണ്, ആ ചിന്ത പാപമാണ്. കാരണം നമ്മൾ നമ്മുടെ 33 കോടി ദൈവങ്ങളെ നോക്കുക. ബാക്കി മതങ്ങളിലൊക്കെ പോയാൽ കുറച്ച് ദൈവങ്ങളേ ഉള്ളൂ, നമുക്ക് കോടാനുകോടി ദൈവങ്ങളാണ്. ഈ 33 കോടി ദൈവങ്ങൾ, ആ ദൈവങ്ങൾ ദേവിമാരും ദേവന്മാരും ഉണ്ട്. ഈ ദേവീദേവന്മാരെ മുഴുവൻ അതിൻ്റെ ധ്യാന ശ്ലോകങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അവരൊക്കെ ആരാണ്? അവരൊക്കെ സമ്പന്നരാണ്. സർവാഭരണ വിഭൂഷിതകളായിട്ടുള്ള ദേവിമാരും ദേവന്മാരും സമ്പന്നരാണ്. ദാരിദ്ര്യവാസിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ദേവിയെ ദേവനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏത് BPL ദേവിയോ ദേവനോ നമുക്കുണ്ടോ? ഇല്ല. പോവർട്ടി ലൈന് താഴെ ആരും ഇല്ല. അപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാളിനോട് ചോദിച്ചു, അല്ല സാറേ, ഈ ശിവൻ ഒന്നുമില്ലല്ലോ, ആനത്തോലുമൊക്കെ എടുത്ത് ഇങ്ങനെ ഭിക്ഷാപാത്രമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണല്ലോ. ഞാൻ പറഞ്ഞു, ബാക്കി വായിച്ചു, ശിവപുരാണം എടുത്ത് വായിച്ചു. ഈ ശിവൻ ഭിക്ഷ തണ്ടാൻ പോകുമ്പോൾ ഒരു ദിവസത്തെ ടേൺ ഓവർ എത്രയാ? ഒരു ദിവസം കളക്ഷൻ എടുത്ത് വരുമ്പോൾ എത്രയാ? അതിഭീകരമാണ്. അപ്പോൾ അത്രയും വലിയ സമ്പത്താണ് ദേവദേവനുള്ളത്, മഹാദേവനുള്ളത്. അപ്പോൾ അദ്ദേഹം BPL ഒന്നുമല്ല, വലിയ സമ്പന്നൻ തന്നെയാണ്. അതുകൊണ്ട് ഈശ്വരന്മാരൊക്കെ സമ്പത്തിനെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് എന്തുകൊണ്ടാണ്? സമ്പത്ത് മഹത്തരമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ധർമ്മം കഴിഞ്ഞാൽ ധർമാനുസാരിയായി നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായി അർത്ഥമുണ്ടാക്കണം എന്ന് പറഞ്ഞത്. മൂന്നാമത്തേത് കാമം. എന്താ കാമത്തിൻ്റെ അർത്ഥം? മാനേജ്മെൻറ്റ് എന്നാ. കാമത്തിന് നിരവധി അർത്ഥങ്ങൾ നമുക്ക് പറയാം. പക്ഷേ കാമം എന്ന ആ മൂന്നാമത്തെ പുരുഷാർത്ഥത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മാനേജ്മെൻറ്റ് എന്നാ. മാനേജ് ചെയ്യുക, ധർമ്മമനുസരിച്ച് കർമ്മം ചെയ്ത് അർത്ഥമാകുന്ന രണ്ടാമത്തെ പുരുഷാർത്ഥം നേടിയാൽ മൂന്നാമത്തെ കാമം എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ശാസ്ത്രം ഉപയോഗിച്ച് അതിനെ 1000 ഇരട്ടിയായി വളർത്തണം, സമ്പത്തിനെ വളർത്തണം. എന്നിട്ട് വേണം ഉപേക്ഷിക്കാൻ, ത്യജിക്കാൻ, കൊടുക്കാൻ, സന്യസിക്കാൻ. എന്നിട്ട് വേണം മോക്ഷത്തിലേക്ക് എത്താൻ. അപ്പോൾ അതുകൊണ്ട് അർത്ഥമെന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം ഇത്ര വലുതാണ് എന്ന് അടുത്ത തലമുറയെ നമുക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. അതിന് നാം നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. അതിൽ തെറ്റുകളൊന്നുമില്ല. എന്നാൽ ഇത് എപ്രകാരമാണ് ചെയ്യേണ്ടത്? പ്രായോഗിക ജീവിതത്തിലേക്ക് ഞാനതിൻ്റെ വസ്തുതകളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥയിലൂടെ ഈ കാര്യം ഒന്ന് അവതരിപ്പിച്ചിട്ട് അതിലേക്ക് വരാം. ഒരു ചെറിയ രാജ്യം ഭരിച്ചിരുന്ന നല്ലവനായ രാജാവ്, ചെറിയ രാജ്യം. അദ്ദേഹത്തിന് പ്രജകളോട് പിതാവിൻ്റെ തുല്യമായിട്ടുള്ള സ്നേഹമായിരുന്നു, വാത്സല്യമായിരുന്നു, ബന്ധമായിരുന്നു. പക്ഷേ ഒരിക്കൽ ഒരു ദിവസം ശക്തനായ ഒരു രാജാവ്, ഒരു ചക്രവർത്തി ഈ രാജ്യത്തെ ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ സൈനിക ബലം വളരെ വലുതായിരുന്നു. നിർഭാഗ്യവശാൽ ഈ ചെറിയ രാജ്യം പരാജയപ്പെട്ടു. രാജാവും മന്ത്രിയും പരിവാരങ്ങളും കൂടി ജീവരക്ഷാർത്ഥം വനത്തിലേക്ക് പലായനം ചെയ്തു. പക്ഷെ വനത്തിൽ വെച്ച് വഴിതെറ്റിപ്പോയി. രണ്ടാമത്തെ ദിവസമായപ്പം രാജാവ് ഒറ്റപ്പെട്ടു. കൂടെ വന്നവരെയൊന്നും കണ്ടില്ല. മൂന്നാമത്തെ ദിവസത്തേക്ക് കടന്നപ്പോഴേക്കും രാജാവ് പരിക്ഷീണനായി. ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി, വെള്ളം കുടിച്ചിട്ട് 2 ദിവസമായി, ഒറ്റയ്ക്കായിട്ട് കുറേ ദിവസങ്ങളായി.
ഇനി ഒരടി പോലും മുന്നോട്ടും നടക്കാൻ കഴിയില്ല എന്ന് തോന്നിയ നിമിഷം രാജാവ് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് വിശ്രമിക്കണം എന്ന് കരുതി. ചുറ്റും നോക്കി. വനമെന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലെയുള്ള വലിയ ഇടതൂർന്ന വനമൊന്നുമല്ല. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് പോകുമ്പോൾ അറിയാം, ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന കുറ്റിച്ചെടികളും കുറ്റിക്കാടും ഇടയ്ക്ക് വലിയ മരങ്ങളും കുന്നും മലയും കല്ലുമൊക്കെ ആയിട്ടുള്ള വനം. മൃഗങ്ങളൊക്കെ ധാരാളമുണ്ട്. അങ്ങനെ അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ പടർന്ന് പന്തലിച്ച് വലിയൊരു ആൽമരം അല്പം ദൂരെ. അദ്ദേഹം ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. തണലുണ്ടല്ലോ, അല്പം വിശ്രമിക്കാം എന്ന് കരുതി. ആ തണലിൽ ചെന്നപ്പോൾ അദ്ദേഹം വിചിത്രമായൊരു കാഴ്ച കണ്ടു. അവിടെയുണ്ട് കുറേ മനുഷ്യർ നിലത്തിരിക്കുന്നു. അവർ കണ്ണടച്ചിരിക്കുന്നു. അവരെന്തൊക്കെയോ ജപിക്കുന്നു. അവരെന്നോ ഒരു കാലത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ ദ്രവിച്ചു പൊടിഞ്ഞ് താഴെ വീണിരിക്കുന്നു. അവരുടെ ശരീരത്തിൽ ചെടികളുമൊക്കെ ചുറ്റി പടർന്ന് ഇങ്ങനെ കയറിയിരിക്കുന്നു. പക്ഷേ ഇവർ അനങ്ങാതിരുന്ന് ജപിക്കുന്നു. രാജാവിനൊന്നും മനസ്സിലായില്ല. പക്ഷേ രാജാവിന് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ക്ഷീണമുണ്ട്, ഉറക്കമുണ്ട്, മരിച്ചു വീഴുമെന്നുള്ളൊരു ഭയവുമുണ്ട്. അതുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ചെന്ന് രാജാവ് ചോദിച്ചു, എനിക്കല്പം വെള്ളം കിട്ടുമോ? അതിൽ മുതിർന്നയാൾ കണ്ണു തുറന്നു. പെട്ടെന്ന് രാജാവ് കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഈ അടുത്തുള്ള രാജ്യത്തെ രാജാവാണ്. എൻ്റെ ചെറിയ രാജ്യത്തെ വലിയ രാജ്യം ആക്രമിച്ചു. 4 ദിവസം മുമ്പ് ഞാൻ പരാജയപ്പെട്ടു. ജീവരക്ഷാർത്ഥം എല്ലാവരുടെയും കൂടെ ഓടിയതാണ്. പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടു. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി, വെള്ളം കുടിച്ചിട്ട് 3 ദിവസമായി. വെള്ളം കിട്ടുമോ? അല്ല ഞാൻ മരിച്ചു പോകും. കണ്ണു തുറന്ന വൃദ്ധനായ ആ താപസൻ പറഞ്ഞു, മരത്തോട് ചോദിക്കൂ. രാജാവിന് ആദ്യം തോന്നി കളിയാക്കിയതായിരിക്കും. മരത്തിനോടോ? ഈ മരത്തിനോടോ? അദ്ദേഹം പറഞ്ഞു, അതെ, ചോദിക്കൂ. വേറെ നിവൃത്തിയില്ലല്ലോ. രാജാവ് മരത്തിനോട് ചോദിച്ചു, എനിക്ക് കഠിനമായി ദാഹിക്കുന്നുണ്ട്, മരിച്ചു വീഴും വെള്ളം കിട്ടിയില്ലെങ്കിൽ. എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? ചോദിച്ച മാത്ര ഒരു നല്ല സ്ഫടിക പാത്രം നിറയെ തുളുമ്പി നിറഞ്ഞ കുടിവെള്ളം പ്രത്യക്ഷപ്പെട്ടു. രാജാവ് അത് ആവോളം കുടിച്ചു. ഓ, ജീവൻ രക്ഷപ്പെട്ടു. ഇനി സാരമില്ല എന്ന് കരുതിയപ്പോഴാണ് വേറൊരു പ്രശ്നം. വിശപ്പ് ആളിക്കത്താൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. നടപ്പാണ് രാത്രിയും പകലും. വീണ്ടും അദ്ദേഹം ചോദിച്ചു, എൻ്റെ ദാഹമൊക്കെ തീർന്നു. പക്ഷേ വിശപ്പ് കത്തിക്കാളാൻ തുടങ്ങി. ഭക്ഷണം കിട്ടുമോ? മരത്തോട് ചോദിക്കൂ. വീണ്ടും മരത്തോട് ചോദിച്ചു രാജാവ്, എനിക്കല്പം ഭക്ഷണം തരുമോ? ചോദിച്ചതേ ഉള്ളൂ. വിഭവസമൃദ്ധമായ സദ്യ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് ആ സദ്യ ആർത്തിയോടെ കഴിച്ചു. ഇത്ര ആർത്തിയോടെ രാജാവ് ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞു, വയറ് നിറഞ്ഞു. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഉറക്കം വരുന്നു. 3 ദിവസമായി ഉറങ്ങിയിട്ട്. വീണ്ടും ചോദിച്ചു, അല്ല എനിക്കിപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കിട്ടി, ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് ഭക്ഷണം കിട്ടി. ഞാനത് കഴിച്ചപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എനിക്കൊന്ന് വിശ്രമിക്കാൻ. ഇവിടെ മുഴുവൻ കല്ലും മുള്ളും. ഇവിടെ എങ്ങനെയാന്ന് കിടക്കാൻ പറ്റുക? എനിക്ക് കിടക്കാൻ എന്തെങ്കിലും സംവിധാനം കിട്ടുമോ? വീണ്ടും അദ്ദേഹം പറഞ്ഞു, മരത്തോട് ചോദിക്കൂ. മരത്തിനോട് അദ്ദേഹം അപേക്ഷിച്ചതേ ഉള്ളൂ. കൊട്ടാരത്തിലുള്ള കട്ടിലിനേക്കാൾ മനോഹരമായ ആഡംബരപൂർണമായ ഒരു കട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് കയറി കിടന്നതേ ഓർമ്മയുള്ളൂ, ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ രാജാവ് കാണുന്നത് ആ ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവരിങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രാജാവ് ചിന്തിച്ചു, ഇവർക്ക് വെള്ളം വേണ്ട, ഇവർക്ക് ഭക്ഷണം വേണ്ട, ഇവർക്ക് ക്ഷീണമുണ്ടായിട്ടും അവരത് ഗൗനിക്കുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുക? അപ്പോൾ രാജാവിനൊരു ചിന്ത, ഇതൊക്കെ തരാൻ പറ്റുന്ന ഈ മരത്തിന് എൻ്റെ രാജ്യം തിരിച്ചു തരാൻ പറ്റുമോ? എൻ്റെ പ്രജകളെ തിരിച്ചു തരാൻ പറ്റുമോ? എൻ്റെ അധികാരം തിരിച്ചു തരാൻ പറ്റുമോ? ഇതിപ്പോൾ എങ്ങനെ ചോദിക്കുക? വീണ്ടും അദ്ദേഹം എഴുന്നേറ്റു, ഇവരുടെ അടുത്തേക്ക് ചെന്നു. വൃദ്ധൻ കണ്ണു തുറന്നു. ഇനി എന്താ വേണ്ടത്? അല്ല, ഒരു സംശയം. എന്താ ചോദിച്ചോളൂ. അല്ല, ഇന്നലെ വെള്ളം കിട്ടി, ഭക്ഷണം കിട്ടി, കട്ടിൽ കിട്ടി, ഇത്രയൊക്കെ തരാൻ ഈ മരത്തിന് പറ്റുമെങ്കിൽ എൻ്റെ രാജ്യം തിരിച്ചു തരാൻ ഈ മരത്തിനോട് ചോദിച്ചാൽ തരുമോ? അപ്പോൾ വീണ്ടും വൃദ്ധൻ പറഞ്ഞു, ചോദിച്ചു നോക്കൂ, മരത്തിനോട് ചോദിക്കൂ. അദ്ദേഹം മരത്തിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു തരുമോ? എൻ്റെ പ്രജകളെ തിരിച്ചു തരുമോ? എൻ്റെ അധികാരം തിരിച്ചു കിട്ടുമോ? മരം ഒന്നും മിണ്ടിയില്ല, മറുപടി ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം നിരാശനായിട്ട് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ തൊട്ടുപുറകിൽ ഇല അനങ്ങുന്നൊരു ശബ്ദം. തിരിഞ്ഞു നോക്കി. വനത്തിൻ്റെ
കട്ട പിടിച്ച ഇലകളൊക്കെ നിൽക്കുന്ന അതിനിടയിലൂടെ ഏതോ ഒരു ജീവി അദ്ദേഹത്തിൻ്റെ നേരെ വരുന്നു. രാജാവിന് പേടിയായി. കൂടെ ആരുമില്ല, അംഗരക്ഷകരില്ല, കയ്യിൽ ആയുധങ്ങളില്ല. ഈ വരുന്ന ജീവി എന്ത് ജീവിയാണെന്ന് കൃത്യമായിട്ട് കണ്ടുകൂടാ. ഇവിടെ ഇരിക്കുന്ന വൃദ്ധന്മാരെ കൊണ്ട് ഒന്നിനെയും നേരിടാനുള്ള കരുത്തുണ്ടെന്ന് തോന്നുന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? അയാൾ ഭയത്തോടു കൂടി ആ ഭാഗത്തേക്ക് നോക്കി നിന്നപ്പോൾ ഇലച്ചാർത്തുകളെ വകഞ്ഞു മാറ്റി ഒരു ജീവി അദ്ദേഹത്തിൻ്റെ നേരെ വന്നു. സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതൊരു കുതിരയാണ്. ഒരു കാട്ടുകുതിരയായിരിക്കും എന്ന് കരുതി അദ്ദേഹം ഒന്നും കൂടി നോക്കിയപ്പോൾ ആ കുതിരപ്പുറത്തൊരു മനുഷ്യൻ. രാജാവ് ഞെട്ടിപ്പോയി. തന്നെ പരാജയപ്പെടുത്തിയ 4 ദിവസങ്ങൾക്ക് മുമ്പ് അധികാരഭ്രഷ്ടനാക്കിയ ഈ കാട്ടിലേക്ക് ഓടിച്ച അതേ ചക്രവർത്തി അദ്ദേഹം തന്നെ തേടി വന്നിരിക്കുകയാണ്. കയ്യിലൊരു വാളുമുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന രാജാവിൻ്റെ മുമ്പിൽ ഈ കുതിര വന്ന് നിന്നു. ചക്രവർത്തി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി തൻ്റെ കയ്യിലിരുന്ന വാള് ഈ രാജാവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങ് രാജ്യത്തേക്ക് തിരിച്ചു വരണം. അങ്ങയെ കാത്ത് രാജ്യം മുഴുവൻ ഈ വനതിർത്തിയിൽ വന്ന് കാത്തു നിൽക്കുകയാ. അങ്ങയെ തിരിച്ചു കൊടുക്കണം. അവരുടെ പ്രാർത്ഥനയാ. ഞാൻ നിരവധി രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട്. നിരവധി രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ രാജ്യങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു രാജ്യം ആദ്യമാ. ഇവിടുത്തെ ഓരോ പ്രജയും നിങ്ങളെ പിതാവിനെ പോലെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യം പിടിച്ചെടുത്താൽ ഈ പ്രജകളുടെ പിന്തുണ എനിക്ക് കിട്ടില്ല എന്നുറപ്പാണ്. ഞാൻ ചെയ്തത് അബദ്ധമാണ്. ഞാനത് തിരിച്ചറിഞ്ഞു. ആ നിമിഷം മുതൽ ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു ഈ വനത്തിൽ. ഇപ്പോഴാണ് കണ്ടുകിട്ടിയത്. അതുകൊണ്ട് ഇതെൻ്റെ അപേക്ഷയാണ്, അങ്ങ് രാജ്യത്തേക്ക് തിരിച്ചു വരണം. മറുപടി ഒന്നും പറയാൻ കാത്തു നിന്നില്ല. ആ കുതിരപ്പുറത്ത് കയറി ആ ചക്രവർത്തിയോടൊപ്പം രാജാവ് തിരിച്ചുപോയി. വനത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ ആയിരക്കണക്കിന് പ്രജകൾ കാത്തു നിൽക്കുന്നു, സൈന്യം കാത്തു നിൽക്കുന്നു, രാജകുടുംബാംഗങ്ങൾ വന്ന് കാത്തു നിൽക്കുന്നു. അവർ രാജാവിനെ ആഘോഷപൂർവ്വം ആനയിച്ചു കൊണ്ടുപോയി പഴയ സിംഹാസനത്തിലിരുത്തി വീണ്ടും അധികാരത്തിൽ വാഴിച്ചു. വൈകുന്നേരമായപ്പോഴേക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ പിരിയുന്ന സമയത്ത് ചക്രവർത്തി പറഞ്ഞു, എല്ലാം ശുഭമായി നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഞാനും എൻ്റെ സൈന്യവും പിൻവാങ്ങുകയാണ്. മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ നിതാന്തമായ ബന്ധുവായി, സുഹൃത്തായി ഞാനുണ്ടായിരിക്കും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ചക്രവർത്തിയും പരിവാരങ്ങളും യാത്ര പറഞ്ഞു പോയി. അത്താഴമൊക്കെ കഴിഞ്ഞ് രാജാവ് ഉറങ്ങാൻ കിടന്നു. രാവിലെ സാധാരണ രാജാവ് ഉണരുന്ന സമയത്തിന് തൊട്ട് മുമ്പ് രാജാവ് ഞെട്ടി എഴുന്നേറ്റു. രാജാവ് ഞെട്ടി എഴുന്നേറ്റിട്ട് അദ്ദേഹം ചോദിച്ചു, ആരെവിടെ? രാജ്ഞി ചോദിച്ചു, എന്താ ഇത്ര നേരത്തെ? ഇങ്ങനെ എഴുന്നേക്കാറില്ലല്ലോ. അതല്ല, കുതിരക്കാരനെ വിളിക്കൂ. കുതിരക്കാരൻ വന്നു. കുതിര തയ്യാറാണോ? തയ്യാറാണ്. രാജാവ് പുറത്തേക്ക് പോയി. രാജ്ഞി ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? മറുപടി ഒന്നും പറഞ്ഞില്ല. രാജാവ് പുറത്തേക്ക് പോയി, കുതിരപ്പുറത്ത് കയറി ഓടിച്ചു പോയി. എങ്ങോട്ട് പോയി എന്ന് ആരോടും പറഞ്ഞില്ല, ആർക്കും അറിയില്ല. ആ കുതിര പോയി നിന്നത് ആ പഴയ മരത്തിൻ്റെ ചുവട്ടിൽ. അവിടെ അപ്പോഴും താപസന്മാരിയ്ക്കുന്നു, ജപിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പിൽ കുതിര ചെന്ന് നിന്നു. കുതിരയുടെ കുളമ്പടി കേട്ട് അവരെല്ലാവരും കണ്ണു തുറന്നു. എന്താ തിരിച്ചു വന്നത്? അല്ല, മറ്റൊന്നുമല്ല, എനിക്കിന്നലെ ഉറക്കം വന്നില്ല. എന്താ ഉറക്കം വരാതിരിക്കാൻ? അല്ല, ഒരു സംശയം. ആ സംശയം ചോദിക്കാൻ വന്നതാ. എന്താ സംശയം? അല്ല, നിങ്ങൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ തപസ് ചെയ്യുന്നു. ഞാൻ വന്ന് ചോദിച്ചപ്പോൾ വെള്ളം തന്നു, ഭക്ഷണം തന്നു, കിടക്കാൻ കട്ടിൽ തന്നു. മാത്രമല്ല എൻ്റെ രാജ്യം തന്നെ തിരിച്ചു തന്നു. ഇത്രയും കഴിവുള്ള ഈ മരം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഐശ്വര്യങ്ങളൊന്നും അനുഭവിക്കാതെ, ഒന്നും ചോദിക്കാതെ, ഒന്നും സ്വന്തമാക്കാതെ, ഭക്ഷണം പോലും കഴിക്കാതെ, ജലപാനമില്ലാതെ, വസ്ത്രം പോലും ഇല്ലാതെ ഉണങ്ങി ഞരണ്ട് ഇവിടെ ഇരുന്ന് ഈ മന്ത്രം ജപിക്കുന്നത് എന്തിനാണ്? ഈ സംശയം ഇന്നലെ എൻ്റെ തലയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് രാവിലെ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇരിക്കൂ, പറഞ്ഞു തരാം. രാജാവ് ഇരുന്നു. ഈ വൃദ്ധനായ താപസൻ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ ചോദിച്ചാലും ഈ മരം ഇതൊക്കെ തരും. അങ്ങ് ചോദിച്ചെങ്കിൽ ഞങ്ങൾ ചോദിച്ചാലും മരം ഇതൊക്കെ തരും. ഞങ്ങൾക്കതറിയാം. പക്ഷേ ഞങ്ങൾ ചോദിക്കാത്തതിന് ഒരു രഹസ്യമുണ്ട്. കാരണം ഞങ്ങളിത് ചോദിക്കും തോറും മരം ഇത് തന്നുകൊണ്ടിരിക്കുമ്പോൾ തരാനുള്ള മരത്തിൻ്റെ ശേഷി കുറഞ്ഞു 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 വരും. അങ്ങനെ ഞങ്ങളിതൊക്കെ ചോദിച്ചു വാങ്ങിച്ചിരുന്നുവെങ്കിൽ, ഈ മരത്തിൻ്റെ ശേഷി കുറഞ്ഞു പോയിരുന്നുവെങ്കിൽ, നിങ്ങൾ വരുമ്പോൾ ഒരു തുള്ളി വെള്ളം തരാൻ ഈ മരത്തിന് കഴിയാതെ പോയിരുന്നെങ്കിൽ, ഓർത്തു നോക്കൂ, പിടഞ്ഞു വീണ് നിങ്ങൾ മരിക്കുമായിരുന്നു.
ഭക്ഷണം കിട്ടാതെ, ഉറക്കമില്ലാതെ നിങ്ങൾ ഈ വനത്തിൽ ആരും അറിയാതെ മരിച്ചു മണ്ണടിഞ്ഞു പോകുമായിരുന്നു. ഈ മരം ഇവിടെ നിന്നതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ കിട്ടി എന്ന് മാത്രമല്ല, രാജ്യവും തിരിച്ചു കിട്ടി. ആ ശക്തി ഈ മരത്തിനെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ജപം നടത്തുന്നത്. ഈ ജപം, ആ മരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സനാതന ധർമ്മമാണെന്നറിയുക. മരം സനാതന ധർമ്മമാണ്. ആ സനാതന ധർമ്മം അവിടെ നിലനിൽക്കണമെങ്കിൽ, അതവിടെ ഉണ്ട് എങ്കിൽ നമുക്കെല്ലാം കിട്ടും. ഞാനിപ്പോൾ ഈ പ്രഭാഷണ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ ക്ഷേത്രവും ഇവിടുത്തെ പന്തലും ഇവിടുത്തെ സപ്താഹവും ഒക്കെ കാണുമ്പോൾ 40-40 വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ഈ കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഈ രംഗത്ത് പ്രഭാഷണത്തിന് വേണ്ടിയല്ല, പ്രവർത്തനത്തിന് വേണ്ടി വന്നിട്ട് 46 വർഷമായി. അന്ന് സപ്താഹങ്ങളില്ല. കോട്ടയം ജില്ലയിൽ ഒരു സപ്താഹവും ഇല്ല. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 46 വർഷം മുമ്പ് കോട്ടയം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു സപ്താഹവും ഇല്ല. കാരണം അതിനുള്ള പണമില്ല, വിളിച്ചാൽ വരാൻ ആളില്ല, ആൾ വന്നാൽ പന്തലില്ല, പന്തലുണ്ടെങ്കിൽ കസേരയില്ല, കസേര ഇതിലുണ്ടെങ്കിൽ മൈക്ക് വെക്കാൻ മൈക്ക് കെട്ടുകാരനെ വിളിക്കാനുള്ള പൈസയില്ല. ദയനീയമായിരുന്നു അവസ്ഥ. ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രങ്ങൾ, കാട് മൂടിയ ക്ഷേത്രങ്ങൾ, പൂജ മുടങ്ങിയ ക്ഷേത്രങ്ങൾ, അന്ത്യത്തിരി വെക്കാനില്ലാത്ത ക്ഷേത്രങ്ങൾ, പൂജാരിക്ക് ശമ്പളം കൊടുക്കണ്ട, ഒരു നേരത്തെ അരിയെങ്കിലും കൊടുക്കാനില്ലാത്തത് കൊണ്ട് പൂജ മുടങ്ങിപ്പോയ ക്ഷേത്രങ്ങൾ നമ്മുടെ ഈ ജില്ലയിൽ, ഈ സംസ്ഥാനത്ത് എമ്പാടും ഉണ്ടായിരുന്നു. അന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയൊക്കെ പ്രവർത്തനവുമായിട്ട് ചെല്ലുമ്പോൾ ഞാനൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ഈശ്വര, ഈ ക്ഷേത്രങ്ങളുടെ ചുറ്റും വിളക്ക് തെളിക്കാനും, ഇവിടെ ഒരു പന്തലിടാനും, ഇവിടെ ഭക്തജനങ്ങൾ വരാനും, ഇവിടെ നമ്മുടെ സനാതനധർമ്മത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്താനും ഒക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട് 46 വർഷങ്ങൾക്ക് മുൻപ്. ഇന്ന് ഏത് ക്ഷേത്രത്തിൽ എന്താണ് ഇല്ലാത്തത്? നല്ല ക്ഷേത്രങ്ങളുണ്ടായിരിക്കുന്നു, നല്ല ഗോപുരങ്ങളുണ്ടായിരിക്കുന്നു, നല്ല കെട്ടിടങ്ങളുണ്ടായിരിക്കുന്നു, നിറയെ ഉത്സവങ്ങളുണ്ടായിരിക്കുന്നു, സപ്താഹങ്ങളും നവാഹങ്ങളും ഉണ്ടായിരിക്കുന്നു, സത്രങ്ങളുണ്ടായിരിക്കുന്നു, നമുക്ക് നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടായിരിക്കുന്നു. നമ്മുടെ സമൂഹം ഉണർന്നിരിക്കുന്നു. സനാതനധർമ്മം അങ്ങനെ കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തലയുയർത്തി നിൽക്കുന്ന, അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന 100 ക്ഷേത്രങ്ങൾ, അത് സൗദി അറേബ്യയിലാണെങ്കിലും, അത് ഗൾഫിലാണെങ്കിലും, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിലാണെങ്കിലും 100 ഹിന്ദു ക്ഷേത്രങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച. അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒന്നും പറയുകയും വേണ്ട, അതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ, വലിയ ഉത്സവങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങൾ, സപ്താഹങ്ങൾ, നവാഹങ്ങൾ, ലോകം മുഴുവൻ ഹിന്ദു ഉണർന്നിരിക്കുന്നു. ഇങ്ങനെ ആവേശം കൊള്ളുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാമ്പത്തികമായി നമ്മൾ ഞെരുങ്ങുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ധർമ്മത്തെ മനസ്സിലാക്കി ആചരിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സാമ്പത്തികം, ധർമ്മം എന്ന് പറയുന്ന ഭാഗം കേവലം സമ്പത്ത് മാത്രമല്ല, നിരവധി അർത്ഥതലങ്ങൾ അതിനുണ്ട്. അതിലെ ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോവാറുണ്ട്. അതായത് ധർമ്മ സംരക്ഷണം എന്നുള്ളത് മറ്റുള്ളവരുടെ ചുമതലയാണ്, എൻ്റെ ചുമതലയോ എൻ്റെ വീട്ടുകാരുടെ ചുമതലയോ അല്ല. ഞാനൊരിക്കൽ ചിദാനന്ദപുരി സ്വാമികളുടെ കൂടെ മലബാറിലെ ഒരു യജ്ഞവേദിയിലേക്ക് ഉദ്ഘാടന ദിവസം പോകുമായിരുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം. ചിദാനന്ദപുരി സ്വാമികൾ ജീവിച്ചിരിപ്പുണ്ട്. കോഴിക്കോട് കുളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ മഠാധിപതിയാണ്. ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കാം, അല്ലെ ഫോണിൽ വിളിച്ച് ചോദിക്കാം. സിമ്പിൾ സ്വാമിയാണ്, ജാടയൊന്നുമില്ല, അതുകൊണ്ട് ഫോണിൽ വിളിച്ച് ചോദിക്കാം. ഇനി ഞാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണെന്നും പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ ഒരു 1000-ലധികം ആൾക്കാർ, 1000-1200 പേര് ഇരിക്കുന്ന ഒരു വലിയ സദസ്സിലേക്ക് നടുവിലൂടെ ഇങ്ങനെ ചുവന്ന പരവതാനിയൊക്കെ വിരിച്ച് വഴിയിലൂടെ സ്വാമിജിയെ സ്വീകരിച്ച് ആനയിച്ച് വേദിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ സ്വാമിജിയുടെ പുറകിൽ നടക്കുന്നത് ഞാനാണ്. സ്വാമിജി ഉദ്ഘാടനം, ഞാൻ പ്രഭാഷണം. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് 2 വശത്ത് നിൽക്കുന്ന ആൾക്കാർ സ്വാമിജിയുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തുകയാണ്. എന്നിട്ട് നാമം ജപിക്കുകയാണ്. സ്വാമിജിയെ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുവരുമ്പോൾ ഈ പുഷ്പവൃഷ്ടി നടത്തിയിട്ട് മെത്ത പോലെ കിടക്കുന്ന വഴിയിൽ പുഷ്പങ്ങളിൽ ചവിട്ടിയാണ് സ്വാമിജിയും തൊട്ടു പുറകെ ഞാനും കടന്നു വരുന്നത് വേദിയിലേക്ക്. അപ്പം ഞാനിങ്ങനെ പുറകെ നിൽക്കുകയാണേലും സ്വാമിജിയേക്കാൾ എനിക്ക് പൊക്കം ഉള്ളതുകൊണ്ട് എനിക്കിതെല്ലാം കാണാൻ കൃത്യമായിട്ട്. അപ്പോൾ ചില ആൾക്കാർ വന്ന്, അമ്മമാരാണ് കൂടുതലും, അതെവിടെ അങ്ങനെയാണ്, അമ്മമാർ വന്ന് കാലിലേക്ക് വീഴുന്നു, നമസ്കരിക്കുന്നു, സ്വാമിയെ തൊഴുന്നു, സ്വാമിയുടെ കണ്ണിലേക്ക് നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തെല്ലാമൊക്കെയോ ചെയ്യുന്നു. പക്ഷേ
സ്വാമി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഒരമ്മയും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, ഇതെന്താ സ്വാമി ഇങ്ങനെ, സ്വാമിയായിട്ടായിരിക്കും അല്ലേ എന്ന് ഞാൻ ഓർത്തു. ഏതായാലും വേദിയിൽ വന്നു, സ്വാമിജി ഇരുന്നു, തൊട്ടടുത്ത കസേര എനിക്ക് കിട്ടി, ഞാൻ അവിടെ ഇരുന്നു. സ്വാഗത പ്രസംഗം വന്നു, സ്വാഗതമൊക്കെ പറഞ്ഞു വരുമ്പോൾ കുറേ സമയമുണ്ടല്ലോ. അതിനിടയ്ക്ക് ഞാൻ സ്വാമിജിയോടൊരു ചോദ്യം ചോദിച്ചു, അല്ല സ്വാമിജി, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഈ 1000-ലധികം അമ്മമാർ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി സ്വാമിയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുമ്പോഴും സ്വാമി എന്താ ആരെയൊന്നും മൈൻഡ് ചെയ്യാത്തേ? സ്വാമിജിയോട് എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ളൊരു നല്ല ബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചു, സ്വാമിജി എന്താ അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുന്നത്? അപ്പോൾ സ്വാമിജി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല, എൻ്റെ നേരെ നോക്കിയില്ല. അപ്പോഴേക്കും സ്വാഗത പ്രസംഗം എല്ലാം കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് സ്വാമിജിയെ ക്ഷണിച്ചു. സ്വാമിജി പോയി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം കഴിഞ്ഞ് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആദ്യം പറഞ്ഞ ഇതാ, അതെ, ഇവിടെ ഇരുന്നിപ്പോൾ ജയസൂര്യൻ എന്നോട് എന്തോ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാ എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം മൈക്കിൽ കൂടെ പറഞ്ഞു. ഈശ്വര, ഇത് മൈക്കിൽ കൂടെ പറയാനല്ല, ഞാൻ സ്വാമിജിയോട് പേഴ്സണലി പറഞ്ഞതാ. സ്വാമിജി എന്തിനാ മൈക്കിൽ കൂടെ പറഞ്ഞു? അപ്പോൾ സ്വാമിജി പറയുകയാണ്, ഇത്രമാത്രം അമ്മമാർ ഇത്രയും പുഷ്പവൃഷ്ടി നടത്തി ഇത്രയും താണു വീണ് തൊഴുതിട്ടും ഞാനെന്താ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തതെന്നാണ് ഈ ജയസൂര്യൻ ചോദിച്ചത്. ജയസൂര്യ, ഈ കാണിച്ചത് മുഴുവൻ പടവാ, പിന്നെ ഞാനെന്തിനാ മൈൻഡ് ചെയ്യുന്നേ? അമ്മമാർ ഷോക്കായിപ്പോയി, എനിക്ക് അതിനേക്കാൾ വിഷമമായിപ്പോയി, ചോദിക്കണ്ടായിരുന്നു. എന്നിട്ട് സ്വാമിജി ചോദിക്കുക, ഇനി അതല്ല, അമ്മമാർ കാണിച്ച ഭക്തി ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ജന്മം കൊടുത്ത കുട്ടികളിൽ ഒരു കുട്ടിയെ എൻ്റെ കൂടെ വിടാവോ കാവി വസ്ത്രം ധരിച്ച് സന്യാസിയാവാൻ അല്ലെങ്കിൽ സന്യാസിനിയാവാൻ? കുറേ നേരത്തേക്ക് മറുപടിയൊന്നുമില്ല, നിശബ്ദമായിപ്പോയി സദസ്. എന്നിട്ട് പറഞ്ഞു, ക്രൈസ്തവ സമൂഹത്തെ നോക്കൂ, ഇസ്ലാം സമൂഹത്തെ നോക്കൂ, ബൗദ്ധ സമൂഹത്തെ നോക്കൂ, ജൈന സമൂഹത്തെ നോക്കൂ. അവിടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെങ്കിലും ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി, സ്വധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തയ്യാറാണ്. നമ്മുടെ വീട്ടിലോ സന്യാസിയാകണമെന്ന് പറഞ്ഞാൽ, സന്യാസിനിയാകണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പോട്ടെ, പഞ്ചായത്ത് മെമ്പർ ആവണമെന്ന് പറഞ്ഞാൽ വിടുവോ? മുനിസിപ്പൽ കൗൺസിലർ ആകണമെന്ന് പറഞ്ഞാൽ വിടുവോ? വേണ്ട, ഈ അമ്പലത്തിനോട് ഇത്രയും ഭക്തിയാണല്ലോ, എന്നാൽ അമ്പലക്കമ്മിറ്റി എങ്കിലും ആകട്ടെ, അമ്പലക്കമ്മിറ്റിയിലെ അംഗമാകാൻ വിടുവോ? എന്നിട്ട് വേണ്ട അമ്പലക്കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ആവാൻ. ധർമ്മ സംരക്ഷണം പിന്നെ വേറെ ആരെങ്കിലും വന്ന് നടത്തുമോ? നടത്തില്ല. അതുകൊണ്ട് സനാതനധർമ്മം എന്ന് പറയുന്ന മഹാവൃക്ഷം, അവിടെ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരണമെങ്കിൽ നമ്മളുടെ ജന്മം തന്നെ അവിടെ സമർപ്പിക്കണം. വീട്ടിൽ കഞ്ഞി വെക്കണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വീട്ടിൽ കഞ്ഞി വെക്കണം, നാട്ടിൽ പണിയെടുക്കണം, ബിസിനസ്സും ഇൻഡസ്ട്രിയും വേണം, സർവീസ് സെക്ടർ കൈയടക്കണം, എല്ലായിടത്തും അധ്വാനിക്കണം, പണമുണ്ടാക്കുന്നതോടൊപ്പം സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിലും ധർമ്മങ്ങളിലും ഏർപ്പെടണം. അതിനുവേണ്ടി നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം നമ്മൾ കുടുംബത്തിനുള്ളിൽ ചോദിക്കണം. എല്ലാവരും സന്യാസിനി ആവണം, കാവ്യം എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ഇത്തരം പ്രവർത്തനങ്ങളുടെ അനേകായിരം മേഖലകളുണ്ട്. അതിലേതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. എഡ്യൂക്കേഷൻ ഇഷ്ടമുള്ളവർക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കാം, ഇൻഡസ്ട്രി ഇഷ്ടമുള്ളവർക്ക് അവിടെ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമുള്ളിടത്ത് അവിടെ പ്രവർത്തിക്കാം, മീഡിയ ഇഷ്ടമാണെങ്കിൽ അവിടെ പ്രവർത്തിക്കാം. ഏതെങ്കിലും ഒരു മേഖലയിൽ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും വികാസത്തിന് വേണ്ടിയും എൻ്റെ കുടുംബം പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിലെ ഇന്ന വ്യക്തിയെ അതിന് നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ കുടുംബത്തിന് സാധിക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങളെ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾക്ക് നമ്മൾ അവകാശിയായി തീരുകയുള്ളൂ. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പം കൈകാര്യം ചെയ്യാവുന്നതും ഏറ്റവും ആവശ്യമായി ചെയ്തിരിക്കേണ്ടതുമായ കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം, സാമ്പത്തികം. ഹിന്ദു സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 ഇൻകം സോഴ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ വരുമാന മാർഗങ്ങളിലേക്കും കടന്നു ചെല്ലാൻ തയ്യാറാവുക തന്നെ വേണം. എല്ലാ വരുമാന മാർഗങ്ങളിലേക്കും. അതിൽ ഏതാനും കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്നൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഈ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാം. നമുക്ക് ചില തെറ്റിദ്ധാരണകളെ, അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞു. കൊടുക്കുക, ത്യജിക്കുക, ഉപേക്ഷിക്കുക, ദാനം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഉള്ളതെടുത്ത് കൊടുക്കുക എന്നല്ല പറഞ്ഞത്, ഉള്ളത് ഉപേക്ഷിക്കുക എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഉണ്ടാക്കിയിട്ട് ദാനം ചെയ്യുക, ഉണ്ടാക്കിയിട്ട് ഉപേക്ഷിക്കുക, വാരിക്കൂട്ടിയിട്ട് സംഭാവന ചെയ്യുക.
ആദ്യം സമ്പാദിക്കുക, ആദ്യം വാരിക്കൂട്ടുക, ആദ്യം സമ്പത്ത് ഉണ്ടാക്കുക, എന്നിട്ട് വേണം ദാനം ചെയ്യാൻ. പൊതുസമൂഹത്തിലേക്ക് പോകുമ്പോൾ എനിക്കിത് നല്ല പരിചയമുണ്ട്. സംഭാവന ചെയ്യുന്നത്, കമ്പനികൾ എപ്പോഴാണ് സംഭാവന ചെയ്യുക? CSR ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. അതായത് ഒരു കമ്പനി, ഒരു വ്യവസായം, ഒരു ഇൻഡസ്ട്രി, ഒരു ബിസിനസ് പ്രവർത്തിക്കുന്നു, ലാഭമുണ്ടാക്കുന്നു, ലാഭത്തിൻ്റെ 6% ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. അതിൻ്റെ പേരാണ് CSR ഫണ്ട്. ഈ CSR ഫണ്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. നമ്മൾ ബിസിനസ് ചെയ്ത് ഇൻഡസ്ട്രി നടത്തി, അല്ലെങ്കിൽ കൃഷി നടത്തി, അല്ലെങ്കിൽ സർവീസ് സെക്ടറിലാണെങ്കിൽ അവിടെ എവിടെയാണെങ്കിലും സമ്പത്ത് ഉണ്ടാക്കിയതിനു ശേഷം അതിൻ്റെ 1/20, 10 ദശാംശം എന്ന് പറയും ക്രിസ്ത്യാനികൾ. സമ്പാദിക്കുന്നതിൻ്റെ ദശാംശം പള്ളിക്ക് കൊടുക്കണം. അവർ 10 കൊടുത്തുള്ളൂ, അപ്പോൾ തന്നെ ലോകം കീഴടക്കാൻ പറ്റി. അപ്പം നമ്മൾ 20 കൊടുത്തെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെങ്കിൽ എടുക്കണം. എവിടെ നിന്ന് എടുക്കണം? സമൂഹത്തിൽ നിന്ന് എടുക്കണം. സമൂഹത്തിൽ നിന്ന് എടുക്കണമെങ്കിലോ സമൂഹത്തിന് ആവശ്യമുള്ളത് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം. അപ്പം നമുക്ക് പല കഴിവുകളുണ്ട്. അതിൽ ഏത് കഴിവുകൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചെറിയ ചെറിയ ചില ഉദാഹരണങ്ങൾ പറയാം. സിദ്ധാന്തം തിയറി പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷേ ഇതെങ്ങനെ ജീവിതവുമായി ബന്ധപ്പെടും? ആലുവയിൽ ഇതുപോലെ ബന്ധമുള്ള എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ളൊരു വീട്ടമ്മയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. സപ്താഹത്തിനൊക്കെ പോകും, ഓൺലൈൻ സപ്താഹമൊക്കെ കേൾക്കും. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ വീട്ടമ്മ ചെയ്തൊരു കാര്യം, അവർക്ക് അത്യാവശ്യം ചെറിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ളൂ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഭർത്താവിന് ജോലിയുണ്ട്, ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, പക്ഷേ വരുമാനം കുറവാണ്, ജീവിക്കാൻ കഷ്ടപ്പാടാണ് എന്ന് വന്നപ്പോൾ ഇവരിങ്ങനെ ചിന്തിച്ചു, എനിക്കിപ്പോൾ എന്താ അറിയാവുന്നേ? അപ്പോൾ ഭർത്താവിനോട് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, നിങ്ങളെപ്പോലെ ഇംഗ്ലീഷും കൊമേഴ്സും ഒന്നും എനിക്കറിയില്ല, മാത്തമാറ്റിക്സും എൻ്റെ കയ്യിലില്ല. അപ്പം ഭർത്താവ് ചോദിച്ചു, നിനക്ക് പിന്നെ എന്താ അറിയാം? എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അത് ശരി, മലയാളത്തിൽ എന്തറിയാം? അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, മലയാളത്തിലിപ്പോൾ 51 അക്ഷരം ഉണ്ടെന്നറിയാം. മതി, അത് മതി. ഈ 51 അക്ഷരം നീ മലയാളത്തിൽ പഠിപ്പിക്കും എന്ന് ഇൻ്റർനെറ്റിലൊന്ന് പരസ്യം കൊടുക്കാവോ? പൈസയൊന്നും വേണ്ട. സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുക്കാൻ ഒരു പൈസയും വേണ്ട. ചുമ്മാ എഴുതിയിട്ടാൽ മതി, ഞാൻ മലയാള അക്ഷരം പഠിപ്പിക്കും. ഈ പാവം വീട്ടമ്മ എഴുതിയിട്ടു, അവരുടെ ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ടു, ഞാൻ മലയാള അക്ഷരം പഠിപ്പിക്കും. ഉടനെ ആ മറുപടി വരാൻ തുടങ്ങി, ശരി, എൻ്റെ കുട്ടിക്ക് മലയാളം അറിയില്ല, ഞാൻ അമേരിക്കയിൽ നിന്നാണ്. എൻ്റെ കുട്ടിക്ക് മലയാളം അറിയില്ല, ഞാൻ ഗൾഫിൽ നിന്നാണ്. എൻ്റെ കുട്ടിക്ക് മലയാളം അറിയില്ല, ആസ്ട്രേലിയയിൽ നിന്നാണ്, ന്യൂസിലൻഡിൽ നിന്നാണ്, ബ്രിട്ടനിൽ നിന്നാണ്, ഫ്രാൻസിൽ നിന്നാണ്. 100 കണക്കിന് എൻക്വയറി. ഞെട്ടിപ്പോയി. വൈകുന്നേരം തുറന്നു നോക്കിയപ്പോൾ 100 കണക്കിന് എൻക്വയറി. എൻ്റെ കുട്ടിയെ മലയാളം പഠിപ്പിക്കുമോ? എത്ര രൂപയാ ഫീസ്? എത്ര രൂപ ഫീസെന്നോ ചിന്തിച്ചിട്ടില്ല. വൈകുന്നേരം വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, 1 മണിക്കൂറിന് 500 രൂപ എന്ന് പറ, കുറേ പേര് ഒഴിഞ്ഞു പൊക്കോളും. ഇത് കേൾക്കുമ്പോൾ ഇവർ മണിക്കൂറിന് 500 രൂപ എന്ന് എഴുതിയിട്ടു. തിരിച്ചൊരു ചോദ്യം, ഇന്ത്യൻ രൂപയാണോ ഡോളറാണോ? ഇവർ പേടിച്ചു പോയി. ഇന്ത്യൻ രൂപ എന്ന് വിനീതമായിട്ട് കുറിച്ചു. ചുരുക്കി പറയാം, 100 കണക്കിന് കുട്ടികൾ മലയാളത്തിലെ 51 അക്ഷരം പഠിക്കാൻ വേണ്ടി ആ അമ്മയുടെ മുമ്പിൽ പേര് രജിസ്റ്റർ ചെയ്തു. അവരുടെ GPay, ഗൂഗിൾ പേയിലേക്ക് 500 രൂപ അയച്ചു, സ്ക്രീൻഷോട്ടും അയച്ചു. പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? ചുരുക്കി പറയാം, ഇപ്പം 28 ടീച്ചേഴ്സിനെ വെച്ച് പഠിപ്പിക്കുക, ഒറ്റയ്ക്ക് പഠിപ്പിച്ചിട്ട് തീരുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഇനിയിപ്പോൾ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം, ടേൺ ഓവർ കൂടിപ്പോയി, GST കൊടുക്കണം, എല്ലാം അക്കൗണ്ട് ത്രൂ പേ ആയതുകൊണ്ട് സർക്കാർ ഇപ്പോൾ ചോദിച്ചു തുടങ്ങി നിങ്ങൾ എത്ര ടാക്സ് അടയ്ക്കുന്നെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കണ്ടു, എൻ്റെ ഈ ബിസിനസ്സിനെ രജിസ്റ്റർ ചെയ്തു, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്ത് തന്നു, ഇത്ര ലക്ഷം രൂപ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിരിക്കുക. ആകെ അറിയാവുന്ന എന്താ? ആ മുതൽ അം വരെ അറിയാം, 51 അക്ഷരം, കോടിക്കണക്കിന് രൂപ ടേൺ ഓവർ, 28 സ്റ്റാഫ്, ആകെ പഠിപ്പിക്കുന്ന എത്ര? മലയാള അക്ഷരം. ഒരു ബിസിനസ്സാ, ചെയ്തോളൂ, ഇഷ്ടം പോലെ കുട്ടികളെ കിട്ടും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരും പോയി നാളെ ഇത് തന്നെ ചെയ്യണമെന്നല്ല, അല്ലാത്ത കാര്യവും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണോ അറിയുന്നത് അത് ലോകത്തിന് മുമ്പിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണ് എങ്കിൽ സമ്പത്ത് കിട്ടും. എന്നിട്ട് ഈ സമ്പത്തിൻ്റെ 20% ധർമ്മത്തിന് വേണ്ടി കൊടുക്കൂ. അത് ധർമ്മത്തിന് വേണ്ടി പണമായിട്ട് കൊടുക്കണമെന്നില്ല, സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ പണമായിട്ടും കൊടുക്കണമെന്നില്ല. പക്ഷേ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ ക്ലാസ്സുകളായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ക്ലാസ്സുകൾ എടുത്തു നോക്കൂ. 1000 കണക്കിന് ആൾക്കാർ വരും, 1000 കണക്കിന് ആൾക്കാർ.
ഇപ്പോൾ ഞാൻ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ ചെയ്യുമ്പോൾ പണ്ടൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ആകെ മുമ്പിൽ 50 പേരല്ലേ ഉള്ളൂ, 100 പേരല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ സദസ്സ് എണ്ണാറില്ല. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതിൻ്റെ പുറകിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഞാൻ 8 മണിയായപ്പോൾ ചെയ്ത 10 മിനിറ്റ് പ്രഭാഷണം ഇന്ന് വൈകുന്നേരം 8 മണിയായപ്പോഴത്തേക്ക് 80,000 പേര് കണ്ടു എന്ന് പറഞ്ഞ് അത് സംപ്രേഷണം ചെയ്ത ആൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ 80,000 പേര് കണ്ടിട്ടുണ്ട് രാവിലെ 8 മണിക്ക് ഇട്ട 10 മിനിറ്റ് പ്രഭാഷണം. ലോകം മുഴുവൻ സ്വീകരിക്കുക. പൈസയൊന്നും മേടിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയാണ് പൈസ തരാം, 10,000 പേര് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരാം. അപ്പോൾ സനാതനധർമ്മത്തിന് നമുക്ക് എന്തും സാധിക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കിയാൽ മതി. ഇതൊരിക്കലും നിയമവിരുദ്ധമല്ല, ഇതൊരിക്കലും അധർമ്മമല്ല. ധർമാനുസാരിയായി കർമ്മം ചെയ്തിട്ട് ആ കർമ്മഫലമാകുന്ന അർത്ഥമുണ്ടാക്കുമ്പോൾ ആ അർത്ഥം ദൈവത്തിന് നിരക്കുന്ന അർത്ഥം തന്നെയാണ്, സമ്പത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ധർമ്മം ആദ്യം പറഞ്ഞിരിക്കുന്നത്, അർത്ഥം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ ചെറിയ ജീവിതത്തിലെ സാധ്യതകളെ ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഉദ്യം എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഒറ്റ പൈസ ചിലവില്ല, മൊബൈലിൽ ചെയ്യാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യം പോർട്ടലിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലിയും രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൈ കിട്ടും. ഒരു പൈസയും മുടക്കില്ല, മൊബൈൽ മതി, അല്ല ഇൻ്റർനെറ്റ് മതി. ഇനി ഒന്നും അറിയില്ലെങ്കിൽ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രത്തിലോ CSC സെൻറ്ററിലോ പോയി ചെയ്തിട്ട് അവരോട് പറയുക, ഒരു 100 രൂപ 150 രൂപ കൊടുത്താൽ അവരിതെല്ലാം ശരിയാക്കി ലാമിനേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തരും. അങ്ങനെ കിട്ടിയാൽ 16 സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് സർക്കാർ തരും. നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് കറണ്ട് ചാർജ് കുറവാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കറണ്ട് കണക്ഷൻ വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ വീട്ടു നമ്പർ വെച്ച് അപ്ലൈ ചെയ്താൽ ആ വീട്ടിൽ കറണ്ട് ചാർജ് അടയ്ക്കുന്നതിന് പോലും കുറവ് തരും. ബാങ്കിൽ ലോൺ ചോദിക്കാൻ പെട്ടെന്ന് കിട്ടും, കിട്ടുന്ന ലോണിന് പലിശ കുറവായിരിക്കും. ഇങ്ങനെ 16 കാര്യങ്ങൾ അതിനകത്തേക്ക് കയറിയാൽ മതി. ഞാനതിൽ പറയാൻ പോയാൽ സമയം പോവും, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസം എനിക്ക് കുറവാണ്, എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്, എനിക്ക് ബിസിനസ് ചെയ്ത് പരിചയമില്ല എന്നിങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഓരോ വ്യക്തിക്കും ഓരോ വീട്ടിലും ഇരുന്നു കൊണ്ട് മൊബൈലിലൂടെ ചെയ്യാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ കഴിയുന്ന, ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം കുറവാണ്, നിങ്ങളൊരു 500 1000 നിങ്ങൾക്ക് എത്ര വേണ്ടെന്നോ അത്രയും ചിന്തിച്ചോളൂ. പക്ഷേ ഹിന്ദുവിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണ് എന്ന് അഭിമാനപൂർവ്വം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഭാഷ മതി. മലയാളമാവട്ടെ, നിങ്ങൾക്കറിയാവുന്ന ഏത് ഭാഷയും ആവട്ടെ. ഇനി ഭാഷയൊന്നും ഇല്ലെന്നിരിക്കട്ടെ, ലാഭം കൂടുതലാണ്. അതെങ്ങനെയാണ് ലാഭം കൂടുതലാണെന്ന്? ഏത് ഭാഷയിലുള്ളവർക്കും കയറി ഇതൊക്കെ കാണാം. അപ്പോൾ അവർ കാണുന്നതിൻ്റെ പൈസ നമുക്ക് വേറെ കിട്ടും. 4 ലക്ഷം മുതൽ 20 ലക്ഷം വരെ പണം ഉണ്ടാക്കുന്ന വീട്ടമ്മമാരെ എനിക്കറിയാം. അവരൊരു ഭാഷ ഉപയോഗിക്കുന്നില്ല, പിന്നെയോ ഒന്നും പറയുന്നില്ല. വെറുതെ 10 15 അല്ലെങ്കിൽ 8 10 മിനിറ്റ് നേരം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വീഡിയോയാക്കി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. പ്രതിമാസം 4 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വരുമാനമുണ്ടാക്കുന്നവർ നമ്മുടെ ഈ ജില്ലയിൽ തന്നെയുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്, ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ട കാര്യങ്ങളിലെ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ കടക്കുകയാണ്, സമ്പാദിക്കുക എന്നുള്ളത്. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ്? പലപ്പോഴും നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് പല രീതിയിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദേഴ്സ് എക്കണോമി എങ്ങനെയാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്തത്? ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ, ബാങ്കുകൾ ലോൺ കൊടുക്കാതെ ആയപ്പോൾ, വിറ്റ സാധനത്തിൻ്റെ പണം കിട്ടാതെ വന്നപ്പോൾ, വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ്സുകാരുടെയും ഇൻഡസ്ട്രി നടത്തുന്നവരുടെയും കയ്യിൽ ഇല്ലാതെ വന്നപ്പോൾ, സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞപ്പോൾ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ നിൽക്കുന്ന ഇന്ത്യൻ ബിസിനസ്സുകാരുടെ മുമ്പിൽ അവരുടെ അമ്മമാർ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ബിസിനസ് സ്റ്റക്കായി നിൽക്കുന്നു, സാമ്പത്തിക മാന്ദ്യമാണ്, ബാങ്കുകൾ ലോൺ തരുന്നില്ല, തന്ന ലോൺ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, സാമ്പത്തികമായിട്ട് ഒന്നും വയ്യാത്തൊരവസ്ഥ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ചിലർ കാര്യം കുറേ കൂടെ തുറന്നു പറഞ്ഞു, ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിക്കുക, ഒരു വിഷം മേടിച്ചുകൊണ്ട് വന്നാൽ എല്ലാവരും കൂടെ കൂടാവോ എന്ന് ഭാര്യയോടും മക്കളോടും തുറന്ന് ചോദിച്ച ആൾക്കാർ പോലും ഉണ്ട്. ആ സമയത്ത് ഇന്ത്യയിലെ അമ്മമാർ ചോദിച്ചു, എത്ര രൂപയുണ്ട് ഇപ്പം തൽക്കാലം നിൽക്കാം? ഇപ്പം ചിലർ പറഞ്ഞു, ഒരു 2 ലക്ഷം രൂപയുണ്ട് നിൽക്കാം, 5 ലക്ഷം ഉണ്ട് നിൽക്കാം, ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ പറഞ്ഞ് നിൽക്കാം, പിന്നെ ബാക്കി ചെയ്യാം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. നീ എവിടെ നിന്ന് നോക്കാൻ? നോക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു, ഈ പൊതി ഒന്ന് അഴിച്ചു നോക്കൂ, ഇതിനകത്ത് ഇത്ര പവൻ സ്വർണ്ണമുണ്ട്, എനിക്കെൻ്റെ അമ്മ തന്നതാ, അമ്മയ്ക്ക് അമ്മയുടെ അമ്മ കൊടുത്തതാ.
ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ആത്മഹത്യ ഒന്നും ചെയ്യണ്ട, ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യൂ. 145 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ, ഈ ഭാരതത്തിലെ കോടാനുകോടി വീടുകളിലെ കോടാനുകോടി അമ്മമാരുടെ കയ്യിൽ നിന്ന് ആയിരക്കണക്കിന് ടൺ സ്വർണമാണ് 2008 സാമ്പത്തിക മാന്ദ്യത്തെ ഭാരതത്തിൻ്റെ അതിർത്തിക്കകത്തേക്ക് കൊണ്ടുവരാതെ പിടിച്ചു നിർത്തിയ ശക്തി. അമേരിക്കക്കാർ പറഞ്ഞു മദേഴ്സ് എക്കണോമി. അപ്പോൾ ഈ സ്വർണം എന്നുള്ളത് ഒരു ഉദാഹരണം, ആത്മവിശ്വാസം എന്നുള്ളത് അതിനേക്കാൾ വലിയ ഉദാഹരണം. അതുകൊണ്ട് ലോകത്തിന് മുമ്പിൽ സമ്പത്തും ആത്മവിശ്വാസവും കൊടുത്തുകൊണ്ട് നമ്മുടെ പുരുഷ സമൂഹത്തെ തല ഉയർത്തി നട്ടെല്ല് നിർത്താൻ പര്യാപ്തമാക്കുന്ന തരത്തിൽ അമ്മമാർക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ വീണ്ടും നമുക്ക് ഈ സമ്പത്തിനെ ഉയർത്താനായിട്ട് സാധിക്കും. ഞാൻ ഈ കേരളത്തിന് പുറത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളിൽ പേഴ്സണലായിട്ട് അവരെ കാണാൻ വേണ്ടി പോകാറുണ്ട്. അവരുടെ മതമൊന്നും നോക്കാറില്ല. ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ പോകും. അങ്ങനെ പോകുമ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ കുശല പ്രശ്നം ചെയ്യും. ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ കണ്ട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത് അമ്മമാരാ, പ്രായമുള്ള അമ്മമാരാ. ഞാൻ ഈ കോട്ടയത്ത് ടൗണിൽ നിങ്ങളുടെ തൊട്ടടുത്ത് കൂടുതലൊന്നും പറയാല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ പോയി. അവിടുത്തെ അമ്മയ്ക്ക് 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ഈ അമ്മയോട് ഞാൻ സംസാരിച്ചു. കോട്ടയത്താണേ, അതുകൊണ്ട് കൂടുതലൊന്നും പറയാം, നിമ്മ ഗസ് ചെയ്തുകൊണ്ടാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം 42ാമത്തെ ഷോറൂം അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോവാ, എൻ്റെ വീടിൻ്റെ അടുത്താണ്, സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഈ അമ്മ ചുമ്മാ ഒന്ന് മൂളേ ഉള്ളെന്ന്. അല്ല, അമ്മ 1ാമത്തെ ഷോറൂം മുതൽ 42ാമത്തെ ഷോറൂം വരെ ഉണ്ടാക്കിയതിൻ്റെ കണക്ക് പറഞ്ഞു, അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതിൻ്റെ കണക്ക് പറഞ്ഞു. അപ്പോൾ ബിസിനസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു, മക്കളെയൊക്കെ എങ്ങനെയാണ് ആ കാര്യത്തിൽ ചിട്ടപ്പെടുത്തിയതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. 82 വയസ്സുള്ള അമ്മ പറയുകയാണ്, എല്ലാ ദിവസവും വൈകിട്ട് മക്കൾ കണക്കൊക്കെ എനിക്ക് അയച്ചു തരും. എനിക്ക് മക്കളെ ഇത് ഞെക്കാനൊന്നും അറിയാൻ മേല, ആകെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അറിയത്തുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു ഇത് ഓൺ ചെയ്ത് മാത്രം നോക്കിയാൽ മതി എന്ന്. ഇപ്പോഴും ഞാൻ ഈ കണക്കുകളൊക്കെ നോക്കിയിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ഇങ്ങനെയുള്ള നിരവധി അമ്മമാർ ഈ കോട്ടയം ജില്ലയിലുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ആ അമ്മമാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ന അമ്മ അതിലുണ്ടോ എന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ സമയമൊന്നും പോയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ തുടങ്ങാൻ കഴിയും. അന്ന് അവർ തുടങ്ങിയ ബിസിനസ് ഇന്ന് തുടങ്ങരുത്, അത് അവർ ചെയ്തോട്ടെ. നമുക്ക് പുതിയ ബിസിനസ് മേഖലകളുണ്ട്, ചെയ്യാം. ഇനി കാർഷിക മേഖലയിൽ തന്നെ നിൽക്കുന്നവരാണെന്നിരിക്കട്ടെ, കാർഷിക മേഖലയിൽ കേരളത്തിൽ ഇപ്പോൾ ചർച്ച നടക്കുന്ന കാര്യം എന്താ? വിലയില്ല, റബ്ബറിന് വിലയില്ല, നാളികേരത്തിന് വിലയില്ല, ഒന്നിനും വിലയില്ല എന്ന്. പക്ഷെ വിലയുണ്ട്, നമുക്ക് വേണ്ടാത്തതുകൊണ്ടാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ട് വിലയില്ല? റോ മെറ്റീരിയൽസ് ഉണ്ടാക്കി റോ മെറ്റീരിയൽസ് വിൽക്കുന്നത് കൊണ്ട് വിലയില്ല. മരച്ചീനി ഉണ്ടാക്കി മരച്ചീനിയായിട്ട് വിറ്റാൽ വിലയില്ല. റബ്ബർ ഷീറ്റ് ഉണ്ടാക്കി റബ്ബർ ഷീറ്റായിട്ട് വിറ്റാൽ വിലയില്ല. നാളികേരം ഉണ്ടാക്കി നാളികേരമായിട്ട് വിറ്റാൽ വിലയില്ല. പിന്നെ എന്ത് ചെയ്യണം? വാല്യൂ അഡീഷൻ ചെയ്ത് പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കി വിറ്റാൽ വിലയുണ്ട്. അപ്പോൾ അങ്ങനെ വാല്യൂ അഡീഷൻ ചെയ്യാൻ കഴിയുന്ന കഴിവ് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്താൽ നമുക്ക് ഇൻകം ഉണ്ട്. ഈ സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യേണ്ടത് മദേഴ്സ് എക്കണോമി കൈകാര്യം ചെയ്ത ആൾ തന്നെയാണ്. നോക്കുക, സനാതനധർമ്മത്തിൽ എല്ലാ കാര്യത്തിനും ഓരോ ദൈവത്തെ വെച്ചിട്ടില്ലേ? സൃഷ്ടിയുടെ ദൈവം ബ്രഹ്മാവ്, പരിപാലനത്തിൻ്റെ ദൈവം വിഷ്ണു, സംഹാരത്തിൻ്റെ ദൈവം ശിവൻ. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും വിഘ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു വിഘ്നേശ്വരൻ, ഗണപതി. ഇങ്ങനെ ഓരോ പോർട്ട്ഫോളിയോ ഓരോ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സമ്പത്തിന് മാത്രം 2 ദൈവം. അതാരാ? കുബേരനും മഹാലക്ഷ്മിയും. അപ്പോൾ ഒരു ആൺ ദൈവവും ഒരു പെൺ ദൈവവും. സമ്പത്തിന് 2 മന്ത്രിമാർ, 2 ദൈവം, ബാക്കിയുള്ളതിനൊക്കെ 1. അതിൻ്റെ അർത്ഥം എന്താ? ബാക്കി ഏത് കാര്യത്തെക്കാളും ഇരട്ടി പ്രാധാന്യമുണ്ട് സമ്പത്തിന്. അതേപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയേ ഉള്ളൂ, മാനേജ്മെൻറ്റ്, കാമം. അതിന് രതിദേവിയുണ്ട്, കുബേരൻ ഉണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ സമ്പത്തും മാനേജ്മെൻറ്റുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ പദവിയിൽ നിൽക്കേണ്ടത്. ഇത് സനാതനധർമ്മത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അടിത്തറയിലാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മക്കളിലേക്ക് കൊടുക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്ന മക്കളോട് പറയേണ്ടത്, നിങ്ങൾ മക്കളെ ശമ്പളം വാങ്ങാൻ വേണ്ടി കൈകൾ മലർത്തി നീട്ടുന്നവരായിരിക്കരുത്, ശമ്പളം കൊടുക്കാൻ വേണ്ടി കൈകൾ കമിഴ്ത്തി നീട്ടുന്നവർ ആയിരിക്കണം.
ഇന്നിപ്പോൾ നമ്മളുടെ മഹാഭൂരിപക്ഷം സമൂഹവും പഠിപ്പിക്കുന്നത് എന്താ? നല്ലവണ്ണം പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, A+ ഫുള്ളായിരിക്കണം, എന്നിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടണം, എന്നിട്ട് എന്ത് വേണം? എന്നിട്ട് നല്ല ജോലി വേണം, എന്നിട്ടോ ജോലിയുള്ള ഒരാളെ കല്യാണം കഴിക്കണം, എന്നിട്ട് മക്കളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം. അങ്ങനെയെല്ലാം ഈ ചാക്രിക ചലനമാണ്. പക്ഷേ ഓരോ തലമുറ മുന്നോട്ട് പോകുമ്പോഴും സമ്പത്തിലേക്കാണോ പോകുന്നത്? അതറിയണമെങ്കിൽ നമ്മുടെ പ്രപിതാമഹന്മാർക്ക് എത്ര ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു, സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു, നമ്മുടെ പിതാമഹന്മാർക്ക് എത്രയുണ്ടായിരുന്നു, നമ്മുടെ മാതാപിതാക്കൾക്ക് എത്രയുണ്ടായിരുന്നു, നമ്മുടെ കൈ വന്നപ്പോൾ ഇപ്പോൾ എത്രയുണ്ട്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ കുറഞ്ഞു വരികയാണ് നമ്മുടെ അസറ്റ്. അതുകൊണ്ട് അസറ്റ് മാനേജ്മെൻറ്റിൽ മാറ്റം വരുത്തണം. അങ്ങനെയെങ്കിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യണം, ആസ്തികൾ ഉണ്ടാക്കണം. ആ ആസ്തികൾ ഉണ്ടാക്കണമെങ്കിൽ ആസ്തികൾ ഉണ്ടാക്കണമെന്നുള്ള ചിന്ത ആദ്യം ഉണ്ടാക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ചെയ്യുകയും വേണം. അപ്പോൾ ആ തരത്തിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ തരത്തിലുള്ള ചിന്തകൾ മക്കൾക്ക് കൊടുക്കുന്നിടത്തെ ആദ്യത്തെ ചിന്ത ശമ്പളം വാങ്ങാനല്ല മക്കളെ, ശമ്പളം കൊടുക്കാനാണ് പഠിക്കേണ്ടത്. ഞാനിങ്ങനെ നിരവധി വേദികളിൽ പറഞ്ഞതിൻ്റെ ഫലം ഇന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞ വേദികളിൽ ഇരുന്ന് കേട്ട മക്കളും അവരുടെ അമ്മമാരുടെ മക്കളും ഏതെങ്കിലുമൊക്കെ എയർപോർട്ടിൽ, ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലിൽ വെച്ച് കാണുമ്പോൾ ഓടി വന്നിട്ട് പറയാറുണ്ട്, അന്ന് 10-25 കൊല്ലം മുമ്പ് ഞാൻ സ്വാഹാദിൻ്റെ ഒരു പ്രഭാഷണം കേട്ടതാ, അതുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളുണ്ടാക്കി. കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിൽ, കോട്ടയത്തെ എൻ്റെ ഓഫീസിൽ ഒരാൾ കാണാൻ വന്നു. അയാൾ പറഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് വരിക, MBA പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാനും അച്ഛനും കൂടെ ഒരിക്കൽ സാറിൻ്റെ പ്രഭാഷണം കേൾക്കാൻ പത്തനംതിട്ടയിൽ വന്നു. അന്ന് സാറ് പറഞ്ഞു, ശമ്പളത്തിൻ്റെ പുറകെ നടക്കരുത്, ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളും എൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി ഒരു സംവിധാനം ഉണ്ടാക്കി കേരള ഗവൺമെൻറ്റിന് കൊണ്ട് കൊടുത്തു. അത് റേഷൻ കടകളിലെ പഞ്ചിങ് മെഷീനാണ്. ഇന്നിപ്പോൾ എനിക്ക് എല്ലാ ജില്ലയിലും ഓഫീസുകളുണ്ട്, മാനേജർമാരുണ്ട്, 120 സ്റ്റാഫുണ്ട്, കോടിക്കണക്കിന് ടേൺ ഓവർ ഉണ്ട്. അതിൻ്റെ ഒരു കലണ്ടറും ഡയറിയും സാറിന് സമ്മാനമായിട്ട് തരാൻ വന്നതാണ്. എല്ലാ 1-ാം തീയതി എന്നെ കാണാൻ വരും ഇപ്പോൾ എല്ലാ വർഷവും. നിങ്ങൾ റേഷൻ കടയിൽ പോകുമ്പം വിരൽ വെക്കുമ്പോൾ ഞാനിതുപോലെ നടത്തിയ ഒരു പ്രഭാഷണത്തിലെ ഒരു വാക്കാണ് ആ കുട്ടിയെ എൻ്റർപ്രണറാക്കിയത്, സംരംഭകനാക്കിയത്. ഓർക്കുക, ഇത് നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു വാക്ക് നമ്മുടെ മക്കളോട് പറയാൻ. മലത്ത് നീട്ടി ശമ്പളം വാങ്ങാനല്ല, കമിഴ്ത്ത് നീട്ടി ശമ്പളം കൊടുക്കുന്നവരാവണം. കാരണം നമ്മുടെ പ്രപിതാമഹന്മാർ അങ്ങനെ ആയിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് നമ്മൾ ശമ്പളം വാങ്ങി ശീലിച്ചിട്ടില്ല, ശമ്പളം കൊടുത്തിട്ടേ ഉള്ളൂ. അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ കീഴടക്കി ഭരിച്ച കാലഘട്ടങ്ങളിൽ നമ്മുടെ ബിസിനസ് നിരോധിച്ചു, നമ്മുടെ ഇൻഡസ്ട്രി നിരോധിച്ചു, നമ്മുടെ കൃഷി നിരോധിച്ചു, നമ്മുടെ കയറ്റുമതി നിരോധിച്ചു, നമ്മുടെ ഇറക്കുമതി നിരോധിച്ചു, നമ്മുടെ വിദ്യാഭ്യാസം നിരോധിച്ചു, നമ്മുടെ മെഡിക്കൽ സയൻസ് നിരോധിച്ചു. അങ്ങനെ എല്ലാം നിരോധിച്ചപ്പോൾ നമ്മൾ അടിമകളായി. അങ്ങനെ അടിമകളായപ്പോഴാണ് നമ്മൾ ശമ്പളം വാങ്ങേണ്ട ഗതികേടിൽ വന്നത്. പിന്നെ ശമ്പളം ഒരു 2-3 തലമുറ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതെന്തോ മഹത്തായ കാര്യമാണെന്ന് കരുതി. അതുകൊണ്ട് നമ്മൾ പുതിയ തലമുറയും പഠിപ്പിക്കുകയാണ്, ശമ്പളം വാങ്ങൂ, ശമ്പളം വാങ്ങൂ. ശമ്പളം വാങ്ങി സമ്പന്നരാകാൻ പറ്റില്ല, അടിമകളാകാനേ പറ്റൂ. മറിച്ച് ശമ്പളം കൊടുത്ത് സമ്പന്നരാകാൻ പറ്റും. അതുകൊണ്ട് സംരംഭങ്ങൾ ഉണ്ടാക്കാനും ആ സംരംഭങ്ങൾ വളർത്താനും അതിലൂടെ ശമ്പളം കൊടുക്കാനും കഴിയുന്ന തലമുറയിലേക്ക് നമുക്ക് ശേഷമുള്ള തലമുറകൾ വളർത്തിയെടുക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ചിന്ത, ആ ചിന്തയാണ് പുതിയ തലമുറയിലെ സാമ്പത്തിക ശാസ്ത്രമായി നമ്മൾ കൊടുക്കേണ്ടത്. സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്ന വസ്തുത അതാണ് എന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുകയും വേണം. അതിന് ഈ ഈശ്വരന്മാരുടെ ഈശ്വരിമാരുടെ കഥ പറഞ്ഞാൽ മതി. കാരണം എല്ലാ ഈശ്വരന്മാരും എല്ലാ ഈശ്വരിമാരും ദേവീദേവന്മാരും സമ്പന്നരായിരുന്നുവെന്നും അവർ തങ്ങളുടെ അടുത്തേക്ക് പ്രാർത്ഥനാപൂർവം വരുന്നവരുടെ ദുഃഖങ്ങളെ അകറ്റാൻ വേണ്ടി സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നവരായിരുന്നു എന്നും ഉള്ള കഥ പറയുമ്പോൾ പറയണം, മക്കളെ, പുരാണേതിഹാസങ്ങളിലെ ദേവീദേവന്മാരെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മളും ദേവീദേവന്മാരാകാൻ വേണ്ടിയാണ്. അങ്ങനെ ആയവരാണ് ഈ ദൈവങ്ങളായി പൂജിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കും ലോകത്തിന് എന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ള നിലയിൽ ചിന്തിച്ചാൽ, അങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ, സമ്പത്തിനെ സമ്പാദിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലോകോപകാരപ്രദമായ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് ഏത് ചെറിയ കാര്യത്തിലാണെങ്കിലും വലിയ കാര്യത്തിലാണെങ്കിലും. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കും പുതിയ തലമുറയ്ക്കും കൊടുക്കാനുള്ള 2-3 പ്രധാന കാര്യങ്ങളും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പഠിച്ചു കഴിഞ്ഞിട്ടാണ് ജോലി തേടുന്നത് എന്നുള്ള അന്ധവിശ്വാസം ഹിന്ദുവിന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് തിരുത്തണം. ബാക്കി എല്ലാ സമൂഹങ്ങളിലും
പഠിച്ചു കഴിഞ്ഞല്ല ജോലി അന്വേഷിക്കുന്നത്. ജോലി അന്വേഷിച്ച് ഏത് ജോലിയിൽ എത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് അതിനു വേണ്ടി പഠിക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അത് കരിയർ ഗൈഡൻസ് ക്ലാസ് ആയി പോകും. പക്ഷേ മനസ്സിൽ ഇത് വച്ചേക്കുക, പഠിച്ചു കഴിഞ്ഞല്ല ജോലി അന്വേഷിക്കുന്നത്, ജോലി അന്വേഷിച്ച് കണ്ടെത്തി അതിനു വേണ്ടി പഠിക്കുക. വടക്കേ ഇന്ത്യക്കാർ, വിദേശത്തുള്ള ആൾക്കാർ, ഇവരൊക്കെ ഇത് ചെയ്യും. പക്ഷേ തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ പഠിച്ച് അങ്ങ് പോവുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞ് ഇനി എന്തൊക്കെയാണ് ഉള്ളത് ചുറ്റും നോക്കുമ്പോൾ ഒരാൾ പറയും BEd. ഉടനെ കണ്ട BEd എടുത്ത് കഴിഞ്ഞപ്പോൾ പറയും അതുകൊണ്ടായില്ല, എന്നാൽ പിന്നെ MPhil, അതുകൊണ്ടായില്ല, എന്നാൽ പിന്നെ നെറ്റ് സെറ്റ്, അങ്ങനെ കുറേ എണ്ണം എടുത്തു കഴിഞ്ഞത് തീർന്നുപോയി. വയസ്സ് 10-30 ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? എന്നാൽ ഇനിയിപ്പോൾ ജോലി അന്വേഷിക്കാം. അപ്പോൾ ജോലി അന്വേഷിക്കുമ്പോൾ അറിയുന്ന 27ാമത്തെ വയസ്സിൽ എല്ലാ ജോലിയും തീർന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലി അവസാനിക്കുന്നത് 27 വയസ്സിൽ. OBC ആണെങ്കിൽ 30 വയസ്സ്, SC/ST ആണ് 32 വയസ്സ്, സാധാരണ ജനറലാണ് 27 വയസ്സ്. തീർന്നു. ഇതാരും പറഞ്ഞു തരാനില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങ് പഠിച്ചു പോയി. വടക്കേ ഇന്ത്യക്കാരൻ എങ്ങനെയാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ് കഴിയുമ്പോൾ 18ാമത്തെ വയസ്സിൽ 64,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയുണ്ട് സർക്കാരിൽ. നമ്മുടെ പിള്ളേർ എഴുതാൻ പോയാൽ നമ്മൾ വിടുവോ? നീ ഇപ്പോൾ 10 കഴിഞ്ഞുള്ളൂ, +2 കൂടെ കഴിയട്ടെ. +2 കഴിഞ്ഞ് എന്നാൽ ഇനി എഴുതാൻ പൊക്കോട്ടെ. +2 കഴിഞ്ഞ് എഴുതിയാൽ 92,000 രൂപ കേന്ദ്ര ഗവൺമെൻറ് ക്ലറിക്കൽ ജോലി, വർഷം 10 ലക്ഷമുണ്ട്. ആരെങ്കിലും എഴുതുകയില്ല. ഏറ്റുപാടൂർ പോയി എഴുതിയാൽ മതി, അവിടെ പരീക്ഷാ സെൻറ്ററുണ്ട്, പോവുകയില്ല. പിന്നെ നമ്മളെന്താ ഡിഗ്രിക്ക് പഠിക്കാൻ പോകും. ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോൾ 1.5 ലക്ഷം രൂപയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ജോലിയുണ്ട്. എഴുതുകയില്ല. PG പഠിക്കാൻ പോകും. ഈ PG പഠിക്കാൻ പോകുന്നതും വേറൊരു അന്ധവിശ്വാസമാണ്. PG വേണ്ട ചില മേഖലയുണ്ട്. കോളേജ് അധ്യാപകരാണെങ്കിൽ PG വേണം. ചില സെലക്റ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ PG വേണം. IAS എഴുതാൻ PG വേണ്ട, ഡിഗ്രി മതി. ബാക്കി എല്ലാ മേഖലയിലും ഡിഗ്രി മതി, എല്ലാ ഗവൺമെൻറ് സർവീസിലും ഡിഗ്രി മതി. പക്ഷേ അതറിയാതെ പഠിച്ചങ്ങ് പോവുകയാണ്. പക്ഷെ പഠിച്ചു പോകുമ്പോൾ എന്താ പറ്റുക? കടം കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ, വിദേശത്തുള്ള ഒരാൾ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കേരളീയരെ മണ്ടന്മാരാക്കുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. എൻട്രൻസ് പരീക്ഷ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. സത്യത്തിൽ എൻട്രൻസ് അല്ല, എക്സിറ്റാ. ഞാൻ ചോദിച്ചു അതെങ്ങനെ സാർ? അതായത് നീറ്റ് പരീക്ഷ എഴുതുന്നു. നീറ്റ് പരീക്ഷ എഴുതുന്നത് എന്തിനാ? MBBSന്. അപ്പോൾ MBBSന് നീറ്റ് പരീക്ഷ എഴുതിയിട്ട് ജയിക്കുന്ന എത്ര പേരാ? ജയിക്കുന്നത് ആകെ എഴുതുന്നതിൻ്റെ ഒരു 2% ജയിക്കുന്നുള്ളൂ. 98% എക്സിറ്റാ. എന്നിട്ട് 98% പേര് എക്സിറ്റ് അടിക്കുന്ന പരീക്ഷയെ 2% ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന പേരെന്താ? എൻട്രൻസ്. മണ്ടനാകല്ലേ? സത്യമല്ലേ? ചിന്തിച്ചു നോക്കൂ അല്ലേ? ഇങ്ങനെ ഒത്തിരി അന്ധവിശ്വാസം നമ്മുടെ തലയെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. നമ്മൾ വിഷം തെളിക്കുമല്ലോ, കീടനാശിനി, കളനാശിനി. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? മരുന്ന് തെളിച്ചു എന്നാ. വിഷം തെളിക്കുന്നത് നമുക്കറിയാമെങ്കിൽ നമ്മളും പറയുന്നത് എന്താ? മരുന്ന് തെളിച്ചു. മരുന്നാണോ തെളിക്കുന്നത്? അല്ല, വിഷമാണ് തെളിക്കുന്നത്. ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേറൊരു സംഭവമുണ്ട്. ഗർഭിണി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഗർഭിണിയെ വിളിക്കുന്ന പേരെന്താ? പേഷ്യൻ്റ്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗി. അപ്പോൾ ഗർഭം രോഗമാണെന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ ബില്ല് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗർഭിണിയെ അവർ പേഷ്യൻ്റ് എന്ന് വിളിക്കും. നമ്മൾ 5 ലക്ഷത്തിൻ്റെ ബില്ല് അടച്ചിട്ട് പോരും. 5 ലക്ഷത്തിൻ്റെ പ്രസവം. ആ കുട്ടിയുടെ നക്ഷത്രത്തിൻ്റെ വൃക്ഷം വരെ അവർ വീട്ടിൽ കൊണ്ട് നട്ടു തന്നു ആശുപത്രിക്കാർ. എന്നിട്ട് പേരും ബോർഡും വെച്ചു, ഫേസ്ബുക്കിലിട്ടു. 5 ലക്ഷം പോയാലെന്നാ? അടുത്ത നേഴ്സറിയിൽ നിന്ന് 10 രൂപയുടെ ഒരു മാവ് മേടിച്ചുകൊണ്ടുവന്ന് നട്ടിട്ടാണ് അവിടെ ഭരണിയിൽ നിന്ന് എഴുതിയും കൂടെ വെച്ചിട്ടാണ് ഇവൻ 5 ലക്ഷത്തിൻ്റെ ബില്ല് കൊടുക്കുന്നത്. അപ്പോൾ സന്തോഷമായി. അപ്പോൾ ഇത്തരം കച്ചവടം ഇത് നമുക്കും ചെയ്യാവേ. അപ്പോൾ അതൊന്നും തെറ്റല്ല, അതവൻ നമ്മളെ പഠിപ്പിക്കുക എങ്ങനെയാണ് ബിസിനസ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള അബദ്ധങ്ങളിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ നമ്മളെ നയിക്കുമ്പോൾ അത്തരമൊരു അന്ധവിശ്വാസമാണ് പഠിച്ചു കഴിഞ്ഞാണ് ജോലി. അല്ല, ജോലി കിട്ടിക്കഴിഞ്ഞാണ് പഠിക്കുക. പിന്നെ ഹിന്ദുക്കൾ കാണിക്കുന്ന ഒരു മഹാമണ്ഡത്തരാണ് എഡ്യൂക്കേഷൻ ലോൺ. ദയവ് ചെയ്ത് എഡ്യൂക്കേഷൻ ലോൺ എടുക്കരുത്. മക്കളോട് പറയണം, 10ാം ക്ലാസ് കഴിഞ്ഞു, 18 വയസ്സായി, നിനക്ക് 64,000 രൂപയുടെ സർക്കാർ ജോലിയുണ്ട്, നീ ആദ്യം സർക്കാർ ജോലിക്ക് പോ. എന്നിട്ട് അവിടെ നിന്ന് ആ ശമ്പളം മേടിച്ചുകൊണ്ട് നീ +2 പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചാൽ മതി. എന്നിട്ട് ആ ശമ്പളം മേടിച്ചിട്ട് നീ ഡിഗ്രിയുടെ ജോലി എടുക്കുക. എന്നിട്ട് ആ ഡിഗ്രി കിട്ടുന്ന ജോലി വെച്ചിട്ട് നീ PGക്ക് പഠിച്ചാൽ മതി, വേണമെങ്കിൽ പഠിച്ചാൽ മതി. വീട്ടിൽ നിന്ന് പൈസ എടുക്കരുത്, ബാങ്കിൽ നിന്ന് പൈസ എടുക്കരുത്. ഇത് ഹിന്ദുവിന് അറിയില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ ലോൺ എടുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചോളൂ. 85% ആൾക്കാർ ഹിന്ദുസാണ്. ക്രിസ്ത്യാനി മുസ്ലിമിൻ്റെ വിദ്യാഭ്യാസ ലോൺ അങ്ങനെയല്ല എടുക്കുന്നത്, നമ്മളറിയണം. അപ്പോൾ
വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതിന് പകരം 18ാമത്തെ വയസ്സ് ജോലിക്ക് കയറുക, ജോലിയിലിരുന്നു കൊണ്ട് ശമ്പളം മേടിക്കുക, ശമ്പളം മേടിച്ചിട്ട് ഡിഗ്രിയും PGയും പഠിക്കുക, എന്നിട്ട് ഉയർന്നു പോവുക. അപ്പോൾ വീട്ടിലെ പൈസ എടുക്കാൻ വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. അപ്പോൾ എനിക്കിത് വലിയ താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാണ്? ഇപ്പം നിങ്ങൾക്ക് 1 കോടി രൂപ വേണമെന്നിരിക്കട്ടെ, കയ്യിൽ 1 കോടി രൂപ ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ലാഭം കിട്ടുന്നതാണ്. എക്സാമ്പിളാണ്. 1 കോടി എന്നുള്ളിടത്ത് നിങ്ങൾ 1 ലക്ഷം എന്ന് വെച്ചു. 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഈ 1 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടുക. ആ ഡെപ്പോസിറ്റ് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈടാക്കിക്കൊണ്ട് 1 ലക്ഷം രൂപ വായ്പ എടുക്കുക. ഏത്? നമ്മുടെ 1 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ടേ, അതിൻ്റെ ഈടിന്മേൽ അതേ ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ വായ്പ എടുക്കുക. എന്നിട്ട് ആ വായ്പ എടുത്ത പൈസ കൊണ്ട് നിങ്ങളുടെ കാര്യം നടത്തുക. ഇതിൻ്റെ പലിശ അടയ്ക്കാനോ ആ ഇട്ടിരിക്കുന്ന ഡെപ്പോസിറ്റിൻ്റെ പലിശ ഈ പലിശയേക്കാൾ കുറവായിരിക്കും. ആരെങ്കിലും പറഞ്ഞു തരുമോ? ഇതൊക്കെ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിൽ ഇപ്പോൾ 1 ലക്ഷം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി ബാങ്കിൻ്റെ അവിടെ പോയിട്ട് ലോണും എടുത്ത് അതിൻ്റെ പലിശ അടയ്ക്കണ്ടല്ലോ എന്നാ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. സാമ്പത്തികമുള്ളവർ ചെയ്യുന്ന പണി ഇതാ. സാമ്പത്തികം കൊണ്ട് ബാങ്കിലോട്ട് കൊടുത്തിട്ട് അത്രയും സാമ്പത്തികം ഇങ്ങോട്ട് എടുത്തിട്ട് ആ പലിശയുടെ ഡിഫറൻസ് വെച്ചിട്ട് ഇവരുടെ കാര്യം നടത്തും. ഇത് നമുക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഗോൾഡ് വെച്ചിട്ട് അതിനെ പൈസയാക്കി മാറ്റാം. ഗോൾഡ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും, പക്ഷേ പണം ബാങ്കിൽ നിന്ന്. അതിന് ഒത്തിരി ധാരം കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഈ മേഖലകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മകൾ ഉണ്ടാക്കി അതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഡിസ്കഷനും ഒക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എന്ത് രസമാണെന്ന് അറിയാമെന്ന് മാത്രമല്ല പൈസയും കിട്ടും. അതുകൊണ്ട് സാമ്പത്തികമായി ചിന്തിക്കുകയും സാമ്പത്തിക കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും മക്കളുടെ ഉപരിവിദ്യാഭ്യാസത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ശാസ്ത്രീയമായി പഠിക്കുകയും അവിടെയൊക്കെ സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ ആവശ്യമായ രീതിയിൽ അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്തു കൊടുക്കുകയും കയ്യിലിരിക്കുന്ന ഡിഗ്രിയോ ഡിപ്ലോമയോ സബ്ജക്റ്റോ മാർക്കോ കണ്ട് പേടിക്കാതിരിക്കുക. ഫുൾ A+ കിട്ടണമെന്നൊന്നുമില്ല. എന്താണെന്നറിയാമോ? ഫുൾ A+ കിട്ടിയവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത് A+ഉം B+ ഒന്നും ഇല്ലാത്തവനാണ്. അവരുടെ കമ്പനിയിലാണ് ഇവൻ ശമ്പളത്തിന് പോകുന്നത്. ഈ 1ാം റാങ്ക് എല്ലാവരും മേടിച്ചപ്പോൾ ഇനി 1ാം റാങ്കുകാർക്ക് ആരാ ശമ്പളം കൊടുക്കുന്നത്? കാരണം ഈ ശമ്പളം കൊടുക്കണമെങ്കിൽ റാങ്കും ഫുൾ A+ ഇല്ലാത്തവൻ വേണം. കാരണം അവനാണ് പ്രായോഗിക ബുദ്ധി കൂടുതൽ. ബാക്കിയുള്ളവൻ അവൻ്റെ ബുദ്ധി വിറ്റിട്ട് മാസശമ്പളം മേടിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ക്രിയാത്മകമായി ചിന്തിക്കുകയും വിപ്ലവകരമായ മാറ്റങ്ങൾ മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും പുതിയ തലമുറയെ അതനുസരിച്ച് സജ്ജമാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ചർച്ചാവേദികൾ മാറട്ടെ. അതിന് സനാതനധർമ്മത്തിൻ്റെ ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ഇത്തരം സാമ്പത്തിക ശാസ്ത്രം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ രാമായണം പഠിക്കുന്ന കാലത്ത് ചോദിക്കണം, രാമൻ സീതയെ വിവാഹം കഴിക്കുമ്പോൾ സീതയുടെ അച്ഛൻ ജനക മഹാരാജാവ് എത്ര പവൻ സ്വർണമാണ് കൊടുത്തത്? കണ്ടുപിടിക്കാൻ വലിയ പാടാ. പവൻ 2000 ടൺ സ്വർണമാണ് കൊടുത്തത്. 1000 ഭാരം സ്വർണം എന്ന് പറയുമ്പോൾ ചുമ്മാ വായിച്ചു പോയാൽ പോരാ. ഈ 1000 ഭാരം സമം എത്ര ടൺ? 2000 ടൺ. എന്തിനാണ് 2000 ടൺ സ്വർണം സീതാദേവിക്ക് കൊടുത്തത്? സീതാദേവിക്ക് ആകെപ്പാടെ ഒരു 65-45 കിലോ തൂക്കം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 2000 ടൺ സ്വർണം കൊടുത്തിട്ട് അതിൻ്റെ എല്ലാം ഒരാഭരണം ഉണ്ടാക്കി സീതാദേവി അണിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു പോകുമായിരുന്നു. പിന്നെ എന്തിനായി 2000 ടൺ സ്വർണം? വിവാഹം കഴിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ രാജ്യവും വിവാഹിതയാകുന്ന സീതാദേവിയുടെ രാജ്യവും ഒന്നിച്ചുകൂടി ഒരു സാമ്രാജ്യമാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആകെ ജനസംഖ്യയുടെ ഒരു വർഷക്കാലത്തെ ആദാനപ്രദാനങ്ങളുടെ ആകത്തുക വാർഷിക ബജറ്റിൻ്റെ അടങ്കൽ തുകയ്ക്ക് തുല്യമായ സ്വർണമാണ് ജനക മഹാരാജാവ് സീതാദേവിക്ക് കൊടുത്ത സ്വർണം. സാമ്പത്തിക ശാസ്ത്രം, എത്ര വലിയ സാമ്പത്തിക ശാസ്ത്രമാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ പൂർവികന്മാരും ഈശ്വരന്മാരും ഈ സമ്പത്തിനെ എപ്രകാരമാണ് മാനേജ് ചെയ്തിരുന്നത് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അവസരം കിട്ടും. ആ രീതിയിലുള്ള പഠനങ്ങളിൽ നമ്മൾ പോയാൽ മതി. അപ്പോൾ ആ പഠനങ്ങൾ പുരാണ ഇതിഹാസങ്ങളിൽ ഒതുക്കി നിർത്താതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും കൊണ്ടുവരികയും അത് ദൈനംദിനം പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് നല്ല സംരംഭകരായി വരാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുത്താൽ നമ്മുടെ മക്കൾ, നമ്മുടെ പുതിയ തലമുറ ഈ രാജ്യമല്ല ഈ ലോകം ഭരിക്കുന്ന സംരംഭകരായി മാറുകയും സനാതനധർമ്മത്തിൻ്റെ മഹത്തായ ആദർശങ്ങൾ കൊണ്ട് ലോകത്തെ ഒരിക്കൽ കൂടി ജയിക്കുകയും അങ്ങനെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ദാഹിച്ച കണ്ണൊളി മറഞ്ഞടയുന്ന മുന്നേ, നമ്മുടെ ഈ ക്ഷീണിച്ച ദേഹം ഉയരറ്റടിയുന്ന മുന്നേ അത്യന്ത വൈഭവ സമുജ്വലമായ ഹിന്ദു ലോകം നമുക്ക് നേരിട്ട് കാണാൻ കഴിയും.
അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ 1.5 മണിക്കൂറായി നമ്മൾ ചർച്ച ചെയ്ത ഈ ആശയങ്ങൾ വിനീതമായി ഞാൻ നിങ്ങളുടെ മനസ്സുകൾക്ക് മുമ്പാകെ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകളും കൂടി ചേർത്തുകൊണ്ട് പ്രായോഗികമായിട്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ കുട്ടികളിൽ, പുതിയ തലമുറയിൽ ഇതിൻ്റെ ദീപം കൊളുത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന ഉറച്ചാത്മവിശ്വാസത്തോടെ ഞാൻ ഈ വാക്കുകളും ഈ ആശയങ്ങളും നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.